തീയാളുകയാണ് ഗാസയിൽ, പശ്ചിമേഷ്യയിൽ, ലോകത്തെമ്പാടത്തും മനുഷ്യത്വമുള്ള മനസ്സുകളിലെല്ലാം തീയാളുകയാണ്. പശ്ചിമേഷ്യയിലെ യുദ്ധം പുതിയ ഘട്ടത്തിലേക്ക് കടക്കുന്നു. ഗാസയെ പൂർണ്ണമായും കരമാർഗവും കടൽ മാർഗവും ആക്രമിക്കാൻ ഇസ്രായേൽ പദ്ധതിയിട്ട് കഴിഞ്ഞു. ഏതു നിമിഷവും ഇസ്രായേലിൻ്റെ ടാങ്കുകൾ ഗാസ സ്ട്രിപ്പിലേക്ക് പ്രവേശിക്കാം. മിസൈലുകൾ മാത്രമല്ല, ഇനി സായുധ പോരാട്ടമാണ്. കാലാളുകൾ, തേരാളുകൾ, എല്ലാം ടാങ്കറുകൾ, എല്ലാം ഗാസ മുനമ്പിലേക്ക്. ഈ സായാഹ്നത്തിൽ നമ്മൾ കേൾക്കുന്ന വാർത്തയും അത്യന്തം മനുഷ്യത്വരഹിതമായ ഒരു യുദ്ധത്തിൻ്റെ കഥയാണ്. പശ്ചിമേഷ്യയിലെ മഹാദുരന്തത്തിൻ്റെ കഥ ഈ സായാഹ്നത്തിലും തുടരുകയാണ്. ജീവൻ നഷ്ടപ്പെട്ടത് 1600 പേർക്കാണ്. ഇനി വരാൻ പോകുന്ന നിമിഷം എത്ര മനുഷ്യരാണ് കുരുതി കൊടുക്കേണ്ടത് പശ്ചിമേഷ്യയിൽ സമാധാനത്തിനായി? ചോദ്യം ബാക്കി നിൽക്കുന്നു. സ്വാഗതം. ഗാസ സ്ട്രിപ്പിൻ്റെ അതിർത്തിയിലുടനീളം അയൺ വാൾ ഓഫ് ടാങ്ക്സ്, അഥവാ ഇസ്രായേലിൻ്റെ ടാങ്ക് കൊണ്ട് ഒരു ഇരുമ്പ് മതിൽ തീർത്തിരിക്കുകയാണ് ഇസ്രായേൽ. എന്തും സംഭവിക്കാം. ഒരുപക്ഷെ പശ്ചിമേഷ്യ ഇതുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും ദാരുണമായ ഒരു യുദ്ധാന്ത്യത്തിലേക്കാണോ പശ്ചിമേഷ്യ സഞ്ചരിക്കുന്നത്? പ്രിയപ്പെട്ട പ്രേക്ഷകരെ, പശ്ചിമേഷ്യയിലെ യുദ്ധം ഇനി എത്ര നാൾ കൂടി നീളും? എത്ര മനുഷ്യജീവനുകൾ കൂട്ടക്കുരുതിക്ക് വിധേയമാവും? ഇനി എന്താണ് സംഭവിക്കാൻ പോവുക? ഇസ്രായേൽ ഗാസ സ്ട്രിപ്പിനെ പൂർണ്ണമായും വളഞ്ഞു കഴിഞ്ഞു. ഗാസയിലെ 22 ലക്ഷം മനുഷ്യർ 395 കിലോമീറ്റർ സ്ക്വയർ മാത്രം വിസ്തീർണം വരുന്നൊരു പ്രദേശത്ത് ഇനി എത്ര നാൾ, എത്ര സമയം പിടിച്ചു നിൽക്കാൻ സാധിക്കും? വരാൻ പോകുന്നത് ഒരുപക്ഷെ പശ്ചിമേഷ്യ കണ്ടതിൽ വെച്ച് ഏറ്റവും ക്രൂരമായ മനുഷ്യക്കുരുതിയുടെ ദിവസങ്ങളാണ്. നമ്മൾ ചർച്ച ചെയ്യുന്നത് പ്രധാനമായും ഈ വിഷയമാണ്. നമുക്കൊപ്പം അതിഥികൾ വരും. അതിനു മുൻപ് ഗാസ സ്ട്രിപ്പിലുള്ള ഇപ്പോഴത്തെ അവസ്ഥ നമുക്കൊന്ന് പരിശോധിച്ചു വരാം. ഗാസ മുനമ്പ് നമ്മളൊന്ന് കണ്ടുവരും. എന്താണ് ഇപ്പോൾ ഇസ്രായേൽ സൈന്യം ചെയ്തിരിക്കുന്നത്? ഏറ്റവും ഒടുവിൽ നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ അനുസരിച്ച് എന്നൊരു കാഴ്ചയിലേക്കാണ് പ്രേക്ഷകരെ ക്ഷണിക്കുന്നത്. തെക്കു പടിഞ്ഞാറ് ഈജിപ്തും കിഴക്കും വടക്കും ഇസ്രായേലുമായി കിടക്കുന്ന ഗാസ സ്ട്രിപ്പ്. ഇപ്പോൾ വ്യോമാക്രമണം തുടരുന്ന ഗാസ സ്ട്രിപ്പിൻ്റെ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ഈ നിമിഷം ഇസ്രായേൽ ഗാസ സ്ട്രിപ്പിനെ വളഞ്ഞിരിക്കുന്നത് ഈ ഭൂപടത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെയാണ്. അതായത് 41 കിലോമീറ്റർ വരുന്ന ഇസ്രായേലിൻ്റെയും ഗാസ സ്ട്രിപ്പിൻ്റെയും കരമാർഗം പൂർണ്ണമായും ടാങ്കുകൾ ഉപയോഗിച്ച് അയൺ മതിൽ തീർത്തിരിക്കുന്നു. 6 കിലോമീറ്ററോളം വീതിയിലും 41 കിലോമീറ്ററോളം നീളത്തിലുമായി ഇസ്രായേലിൻ്റെ സായുധ കവചിത ടാങ്കുകൾ ഗാസ സ്ട്രിപ്പിനെ പൂർണ്ണമായും വലയം ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഗാസ സ്ട്രിപ്പിൽ ആകെയുള്ള ഈ 365 കിലോമീറ്റർ സ്ക്വയർ മാത്രം വരുന്ന ഈ പ്രദേശത്ത് 22 ലക്ഷം മനുഷ്യർ. അതിനും അപ്പുറത്തേക്ക് നിങ്ങളൊന്ന് നോക്കിയാൽ മെഡിറ്ററേനിയൻ കടൽ, ആ മെഡിറ്ററേനിയൻ കടലിൻ്റെ ഫിഷിംഗ് ഏരിയ കഴിഞ്ഞ് നോക്കിയാൽ വളരെ കുറച്ച് പ്രദേശങ്ങളിൽ മാത്രമേ ഇപ്പോൾ ബോംബുകൾ വർഷിക്കാതായുള്ളൂ. നിലവിൽ റാഫ എന്ന് പറയുന്ന ഈ പ്രദേശത്തു കൂടിയാണ് ഈജിപ്തിലേക്കുള്ള സുരക്ഷിതമായിട്ടുള്ള പാതയൊരുക്കിയിരിക്കുന്നത്. പക്ഷേ ഇതിനകം 1 ലക്ഷത്തോളം ആളുകൾ റാഫ പാലം വഴി ഈജിപ്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനി അവർക്ക് 2 സാധ്യതകളാണ്. ഒന്ന്, കടൽ വഴി സഞ്ചരിക്കാം. പക്ഷേ ഇസ്രായേലിൻ്റെ നാവികസേന മെഡിറ്ററേനിയൻ സീ വഴി ഗാസ സ്ട്രിപ്പിനെ പുറത്തുനിന്നും പുറകുവശത്തു നിന്നും വളഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. മുമ്പുവശത്ത് 41 കിലോമീറ്റർ ദൈർഘ്യത്തിൽ ഇസ്രായേലിൻ്റെ കവചിത ടാങ്കുകളാണ്. അവർ പൊസിഷൻ ചെയ്തിരിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്. വ്യോമാക്രമണം തുടരുകയാണ് വടക്കൻ ഗാസയിൽ. ഗാസ നഗരം, ദെയ്ലർ എൽബല, ഖാൻ യൂനിസ്, റഫ എന്നിവിടങ്ങളിലെല്ലാം റോക്കറ്റ് ആക്രമണമുണ്ട്. നമുക്കതിൻ്റെ ദൃശ്യങ്ങൾ കൂടി ഒന്ന് കണ്ടുവരാം. എവിടെയൊക്കെയാണ് ഇപ്പോൾ ഏറ്റുമുട്ടലുകൾ നടക്കുന്നത്, എവിടെയൊക്കെയാണ് വ്യോമാക്രമണങ്ങൾ നടക്കുന്നത് എന്നതിൻ്റെ ദൃശ്യങ്ങൾ കൂടി ഈ മാപ്പിൽ നമുക്ക് കണ്ടുവരാം. ഏറ്റുമുട്ടൽ നടക്കുന്ന പ്രദേശങ്ങൾ, പ്രത്യേകിച്ച് വ്യോമാക്രമണം നടക്കുന്ന പ്രദേശങ്ങൾ, സൈന്യം നേരിട്ട് ഏറ്റുമുട്ടുന്ന പ്രദേശങ്ങൾ,
ഇത് രേഖപ്പെടുത്തി കാണുമ്പോഴാണ് ആ തീവ്രത നമുക്ക് മനസ്സിലാവുക. ഇസ്രായേലിന്റെ കവചിത ടാങ്കുകളെല്ലാം പൂർണ്ണമായും ഗാസ സ്ട്രിപ്പിനെ വളഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഇനി അറ്റാക്ക് നടന്ന ഓരോ മേഖല കൂടി നമുക്ക് തിരിച്ച് പ്രേക്ഷകരിലേക്ക് കാണിക്കാം. തീരമേഖലയിൽ യുദ്ധക്കപ്പലുകളെത്തി ആക്രമണം തുടരുകയാണ്. നോക്കൂ, ഈ ദൃശ്യം പ്രേക്ഷകരെ കാണിക്കുന്നത് ഇപ്പോൾ ഓസ്ലോ അക്കോർഡിന് ശേഷമുള്ള വെസ്റ്റ് ബാങ്കിന്റെ ചിത്രമാണ് കാണുന്നത്. പലസ്തീൻ എന്തായിരുന്നുവെന്നും പലസ്തീൻ എങ്ങനെയാണ് ഇങ്ങനെ ആയിരുന്നും ഉള്ളതിന് ദീർഘമായ ചരിത്രമുണ്ട്. 1917 മുതൽ ഇങ്ങോട്ടുള്ള ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ ഓരോ ഘട്ടങ്ങളിലായി പലസ്തീൻ ഇസ്രായേലിന് നഷ്ടപ്പെടുന്നതിന്റെ കഥയാണ്. ഇന്നൊരു തുരുത്തുപോലെയായി തീർന്നിരിക്കുന്ന ഈ പ്രദേശത്ത് ഓസ്ലോ അക്കോർഡിന് ശേഷം ചുവപ്പ് നിറത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന പ്രദേശങ്ങൾ മൂന്നായി തിരിച്ചിരിക്കാം. ഒന്ന് എ, ബി, സി എന്നിങ്ങനെ. എ കാറ്റഗറിയിൽ പെട്ടിരിക്കുന്നത് 18% പ്രദേശങ്ങൾ മാത്രമാണ് പലസ്തീന്റെ കൈവശമുള്ളത്. ബി എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന പ്രദേശം 22%. അത് ഇസ്രായേലിന്റെ നിയന്ത്രണത്തിലുള്ള പലസ്തീൻ പ്രദേശമാണ്. മൂന്നാമത്തേത് സി എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന വയലറ്റ് നിറത്തിൽ കാണിച്ചിരിക്കുന്ന ദൃശ്യമാണ്. അത് ഇസ്രായേലിന്റെ പൂർണ്ണ നിയന്ത്രണത്തിലുള്ള വെസ്റ്റ് ബാങ്കിന്റെ പ്രദേശങ്ങളാണ്. അതായത് ഗാസ സ്ട്രിപ്പ് എന്നും വെസ്റ്റ് ബാങ്ക് എന്നുമുള്ള രണ്ട് പ്രദേശങ്ങളിൽ വെസ്റ്റ് ബാങ്കിലെ തന്നെ മൂന്നായി ഓസ്ലോ അക്കോർഡ് പ്രകാരം വിഭജിച്ചിരിക്കുന്നു. എ, ബി, സി. എയിൽ 18% മാത്രമാണ് ഇപ്പോൾ പാലസ്തീനിയൻ അതോറിറ്റിക്ക് പൂർണ്ണ അവകാശമുള്ളത്. ബാക്കി പ്രദേശങ്ങളെല്ലാം പൂർണ്ണമായും ഇസ്രായേലിന്റെ നിയന്ത്രണത്തിലോ ഇസ്രായേലിന്റെ പരിപൂർണമായിട്ടുള്ള ആധിപത്യത്തിന്റെ കീഴിലുമാണ്. ഇത് വെസ്റ്റ് ബാങ്കിന്റെ കഥയാണ്. ഗാസ സ്ട്രിപ്പിൽ ആക്രമണം നടന്നതിന്റെ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു. ഇനി എങ്ങനെയാണ് ഈ പലസ്തീൻ ചുരുങ്ങി വന്നത് എന്നതിന്റെ ദൃശ്യങ്ങൾ കൂടി പ്രേക്ഷകരെ ഞാൻ കാണിച്ചു നൽകാം. ഇതിൽ 4 വർഷങ്ങളുടെ ചരിത്രം. 1917 ബ്രിട്ടീഷുകാർ പലസ്തീനെയും ഇസ്രായേലിനെയും വിഭജിച്ചുകൊണ്ട് ഒരു അക്കോർഡ് ഉണ്ടാക്കുന്നതിന് മുൻപ് ഐക്യരാഷ്ട്ര സമിതി ഈ വിഷയത്തിൽ ഇടപെടുന്നതിന് മുമ്പുള്ള പലസ്തീന്റെ ഭൂമിശാസ്ത്രം നിങ്ങൾ നോക്കൂ. ഒരു മെറൂൺ കളറിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്നാൽ 1947 ആകുമ്പോഴേക്കും 48 ആകുമ്പോൾ ഇസ്രായേൽ രൂപപ്പെടുന്നു. ഇസ്രായേൽ രൂപപ്പെടുന്നതോടുകൂടി വയലറ്റ് നിറത്തിൽ ഇസ്രായേലിന്റെ ഭൂപ്രകൃതി വർദ്ധിക്കുന്നു. വെസ്റ്റ് ബാങ്കും ഗാസ സ്ട്രിപ്പുമായി പലസ്തീൻ ചുരുങ്ങിപ്പോകുന്നു. വീണ്ടും കുറയുന്നു. 7,50,000 പലസ്തീനികളാണ് സ്വന്തം നാട്ടിൽ നിന്ന് പുറത്താക്കപ്പെടുന്നത് 1948. 1967 ആകുമ്പോഴേക്കും വീണ്ടും ചുരുങ്ങുന്നു. 1967 ആകുമ്പോഴേക്കും ഇസ്രായേൽ വീണ്ടും വളരുകയും ഈ ഇസ്രായേലിന്റെ ആക്രമണത്തിൽ ഗാസ പൂർണ്ണമായും ഇസ്രായേലിന്റെ നിയന്ത്രണത്തിലാവുകയും ചെയ്യുന്നു. നക്സ യുദ്ധത്തിന് ശേഷം വെസ്റ്റ് ബാങ്കിലും ഗാസയിലും ഇസ്രായേലിന്റെ ആധിപത്യം ഉണ്ടാവുന്നു. 1995 ആകുമ്പോഴേക്കും ഓസ്ലോ അക്കോർഡിന് ശേഷം വെസ്റ്റ് ബാങ്കിൽ തന്നെ ആ റീജിയൻ 3ആയി വിഭജിക്കപ്പെടുന്നു. വീണ്ടും പലസ്തീൻ മെലിയുന്നു, ഇസ്രായേൽ വളരുന്നു. ഇന്നും സ്വന്തമായി തലസ്ഥാനം എവിടെയാണെന്നോ സ്വന്തമായൊരു ടെറിട്ടറിയോ ഇല്ലാത്ത രാജ്യമായി തുടരുകയാണ് ഇസ്രായേൽ. അതേസമയം പലസ്തീന് സ്വന്തമായുള്ളത് ഒരു സ്റ്റേറ്റ്ഹുഡ് മാത്രമാണ്. പലസ്തീനും ഒരു ക്യാപിറ്റൽ സ്വന്തമായില്ല, പലസ്തീന് ഒരു രാജ്യം സ്വന്തമായില്ല. 1917 ഉണ്ടായിരുന്ന പലസ്തീൻ ഇന്ന് നമ്മൾ ഈ കാണുന്ന 18% തീർന്നതിനു കാരണം ആരാണ്? പലസ്തീനിലെ ജനത എ, ബി, സി എന്നിങ്ങനെ ഇസ്രായേലിലെ പൂർണ്ണമായിട്ടുള്ള ആധിപത്യത്തിന്റെ കീഴിൽ ഞെരിഞ്ഞമർന്ന് വിധിക്കപ്പെടുന്ന ജനതയായി തീർന്നത് എങ്ങനെ? വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. ക്രിസ്തീയ, ഇസ്ലാം, യഹൂമത വിശ്വാസികൾക്ക് ഒരുപോലെ പ്രധാനപ്പെട്ട വിശുദ്ധ നഗരമായ ജെറുസലേമിലെ അക്സ പള്ളിയിൽ പലപ്പോഴും ഇസ്രായേൽ സേന നടത്തുന്ന അതിക്രമണങ്ങൾ അവരുടെ മതവികാരത്തെ വ്രണപ്പെടുത്താറുണ്ട്. ഇസ്ലാമിക വിശ്വാസികൾക്ക് വളരെ പ്രധാനപ്പെട്ട ആരാധനയങ്ങളിൽ ഒന്നായ ഈ അക്സ പള്ളിയിൽ അവസാനം ജൂത സൈനികർ കടന്നു കയറിയതാണ് വലിയ രീതിയിലുള്ള പ്രകോപനം സൃഷ്ടിച്ചത്. ഇത് അക്സായ് പള്ളിയുടെ ചിത്രങ്ങളാണ്. ഈ ജെറുസലേം ഇപ്പോഴും പലസ്തീൻ തങ്ങളുടെ തലസ്ഥാനം എന്ന് പറയുന്നു, ഇസ്രായേൽ തങ്ങളുടെ തലസ്ഥാനം എന്ന് ക്ലെയിം ചെയ്യുന്നു, അമേരിക്ക ഇസ്രായേലിൻ്റെ തലസ്ഥാനമായി അംഗീകരിക്കുന്നു. പക്ഷേ ഭൂരിപക്ഷം രാജ്യങ്ങളും ഇസ്രായേലിൻ്റെ തലസ്ഥാനം ടെൽ അവീവാണ് എന്നതും അംഗീകരിക്കുന്നു. സ്വന്തമായി ഒരു രാജ്യമില്ലാത്ത ജനതയാണ് പലസ്തീൻ. സ്വന്തമായൊരു രാജ്യമുണ്ടെങ്കിലും സ്വന്തമായി അതിർത്തിയില്ലാത്തൊരു രാജ്യമാണ് ഇസ്രായേൽ. തലസ്ഥാനം പോലും സ്വന്തമായി ഇതുവരെയും പൊതുസമ്മതമായി അംഗീകരിക്കപ്പെടാത്തൊരു രാജ്യമാണ് ഇസ്രായേൽ. ലക്ഷണമൊത്ത മതരാഷ്ട്രം. അതുകൊണ്ട് തന്നെ പലസ്തീനിലെ മനുഷ്യാവകാശത്തെക്കുറിച്ചും നമ്മൾ സംസാരിക്കേണ്ടതുണ്ട്. ഇന്ത്യയുടെ നയതന്ത്രത്തിൽ സംഭവിച്ചിരിക്കുന്ന വ്യതിയാനത്തെക്കുറിച്ചും നമുക്ക് സംസാരിക്കേണ്ടതുണ്ട്. എത്ര നാൾ തുടരും ഇസ്രായേലിൻ്റെ ഈ അധിനിവേശം?
ഇനി വരാൻ പോകുന്ന മണിക്കൂറുകളിൽ ഇസ്രായേൽ സൈന്യം ഗാസ സ്ട്രിപ്പിനെ വളയുമ്പോൾ ഹമാസ് നടത്തിയ നീതീകരിക്കാനാവാത്ത ആക്രമണമാണെങ്കിൽ കൂടി എത്ര സ്ത്രീകളുടെയും കുട്ടികളുടെയും സാധാരണ മനുഷ്യരുടെയും ജീവിതം ബലികൊഴിക്കപ്പെടും? എന്ത് നയതന്ത്ര സാധ്യതയാണ് മുൻപിലുള്ളത് എന്നാണ് നമ്മൾ ഇനി പരിശോധിക്കാൻ പോകുന്നത്. നമുക്കൊപ്പം അതിഥികൾ കൂടി ചേരുന്നുണ്ട്. നമുക്ക് അതിഥികളിലേക്ക് പോകാം. അതിനു മുൻപ് ഗാസയ്ക്ക് സംഭവിച്ചിരിക്കുന്ന മാറ്റം കൂടി നിങ്ങളൊന്നറിയണം. കഴിഞ്ഞ 15 വർഷങ്ങളിലായി എന്താണ് ഗാസയ്ക്ക് സംഭവിച്ചിരിക്കുന്നത് എന്ന് നോക്കൂ. ജനസാന്ദ്രത 2.3 മില്യൺ, 23 ലക്ഷം, 365 കിലോമീറ്റർ സ്ക്വയർ വിസ്തീർണം, 45% ജനങ്ങളും തൊഴിലില്ലാത്ത മനുഷ്യരായി ഇസ്രായേലിന്റെ വർക്ക് പെർമിറ്റ് എടുത്ത് അതിർത്തികളിലേക്ക് പോകുമ്പോൾ ക്രൂരമായ പീഡനത്തിനിരയാവുന്ന മനുഷ്യര്, 64% ജനങ്ങൾക്കും 2 നേരത്തെ ഭക്ഷണം പോലും കിട്ടാത്ത ഒരു പ്രദേശമായി ഗാസ സ്ട്രിപ്പ് മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇനി ഈ യുദ്ധം സമ്മാനിക്കുന്ന ദുരന്തം കൂടിയാകുമ്പോഴും 2008 23 ദിവസം നീണ്ടുനിന്ന യുദ്ധമായിരുന്നു. 2012 8 ദിവസവും, 2021 11 ദിവസവും, 2023 ഒക്ടോബർ 7-ാം തീയതി തുടങ്ങിയ യുദ്ധം ഇപ്പോഴും തുടരുന്നു. ഈ യുദ്ധങ്ങളുടെ എല്ലാം ബാക്കിപത്രം പട്ടിണി, ദുരന്തം, മനുഷ്യാവകാശ ലംഘനങ്ങൾ, തകർക്കപ്പെട്ടു പോകുന്ന വിദ്യാഭ്യാസ പ്രതീക്ഷകൾ ഇതെല്ലാമാണ്. നിലവിൽ കാണാതായ മനുഷ്യനെക്കുറിച്ചുള്ള കണക്കുകൾ അന്തർദേശീയ മാധ്യമങ്ങൾ പുറത്തുവിടുന്നുണ്ട്. ഏറ്റവും ഒടുവിലത്തെ ആക്രമണത്തെ തുടർന്ന് 14 ഫ്രഞ്ച് പൗരന്മാരെ കാണാനില്ല, 11 തായ്ലൻഡുകളെ കാണാനില്ല, 4 റഷ്യക്കാരെയും 1 ബ്രിട്ടൻകാരനെയും 3 കാനഡക്കാരനെയും കാണാനില്ല, 3 ബ്രസീലുകാർ, 2 ചിലി, 2 ഇറ്റലി, 2 പരാഗ്വേ, 2 പെറു, 2 ടാൻസാനിയ, 6 ഫിലിപ്പൈൻസ്, 1 പനാമ, 1 അയർലൻഡ്. ഇത്രയധികം വിദേശികൾ ഈ യുദ്ധത്തിൽ ഇതിനകം തന്നെ ഒന്നുകിൽ ഗാസ സ്ട്രിപ്പിൽ ഹോസ്റ്റേജുകളാക്കി മാറ്റപ്പെടുകയോ ജീവൻ നഷ്ടപ്പെടുകയോ ചെയ്തിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇനി നമ്മൾ ചർച്ചയിലേക്ക് പോവുകയാണ്. എന്താണ് ഇനി പശ്ചിമേഷ്യയിൽ സംഭവിക്കാൻ പോകുന്നത് എന്നതാണ് ഇനി നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. പ്രത്യേകിച്ച് ഗാസ സ്ട്രിപ്പിൽ, പ്രത്യേകിച്ച് ഇസ്രായേലിന്റെ ആക്രമണം ഏതു നിമിഷവും കരമാർഗം പ്രതീക്ഷിച്ചിരിക്കുന്ന ഗാസയിൽ സംഭവിക്കാൻ പോകുന്നത്. പശ്ചിമേഷ്യയിൽ സംഭവിക്കുന്നതിന്റെ പ്രതിഫലനങ്ങൾ ലോകമെമ്പാടും എങ്ങനെയാണ് നയതന്ത്ര വ്യതിയാനങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത്? ഇന്ത്യയുടെ വിദേശകാര്യ നയതന്ത്രത്തിലെ വ്യത്യാസം എന്താണ്? പരാജയപ്പെട്ടുപോയോ മൊസാദ്? പരാജയപ്പെട്ടുപോയോ അമാൻ? പരാജയപ്പെട്ടുപോയോ ഷബാക്ക്? ഇതെല്ലാം ഇസ്രായേലിന്റെ ശക്തമായിട്ടുള്ള ഇന്റലിജൻസ് സംഘടനകളാണ്. അതിഥികൾ നമുക്കൊപ്പം ചേരുന്നു. കേരള സർവകലാശാല പൊളിറ്റിക്കൽ സയൻസ് വിഭാഗം പ്രൊഫസർ ജോസുകുട്ടി എബ്രഹാം, ദ ഹിന്ദുവിൻ്റെ വിദേശകാര്യ എഡിറ്റർ സ്റ്റാൻലി ജോൺ, വിദേശകാര്യ വിദഗ്ധനായ നിർമ്മൽ എബ്രഹാം, പ്രതിരോധ വിദഗ്ധനായ കേണൽ ഡിന്നി, ഒപ്പം ഇസ്രായേലിൽ നിന്ന് ജിബി, ഇസ്രായേലിൽ നിന്ന് അരുൺ എന്നിവർ തത്സമയം നമുക്കൊപ്പം ചേരുന്നു. ഞാൻ ആദ്യം കേണൽ ഡിന്നിയിലേക്ക്. കേണൽ ഡിന്നി, ഇപ്പോൾ ഞാൻ വിശദീകരിച്ചതുപോലെ ഇസ്രായേൽ ഗാസ സ്ട്രിപ്പിലെ 41 കിലോമീറ്റർ ദൂരം വരുന്ന അതിർത്തി പൂർണ്ണമായും ടാങ്കുകൾ കൊണ്ട് അടയ്ക്കാൻ പോവുകയാണെന്നാണ് അല്പസമയം മുമ്പ് ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞത്. അയൺ വാൾ ഓഫ് ടാങ്ക്, അതായത് കരമാർഗമുള്ള ആക്രമണത്തിന് അവർ തയ്യാറെടുക്കുന്നു. അതേസമയം മെഡിറ്ററേനിയൻ സീ വഴി ഗാസ സ്ട്രിപ്പിൻ്റെ പുറകുവശത്തു കൂടിയുള്ള കടൽ മാർഗമുള്ള ആക്രമണത്തിനും തയ്യാറെടുക്കുന്നു. വ്യോമാക്രമണം ഇപ്പോഴും ഹമാസ് നേതാക്കളുടെ കേന്ദ്രങ്ങളെ ലക്ഷ്യമാക്കിക്കൊണ്ട് തുടരുകയും ചെയ്യുന്നു. ഇനി എന്താണ് മുൻപിൽ നാം പ്രതീക്ഷിക്കേണ്ടത്? കേണൽ ജിനി. ഡോക്ടർ അരുൺ, ഇത് ബെഞ്ചമിൻ നെതന്യാഹു ഈ ഇൻസിഡൻറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ അദ്ദേഹം പറഞ്ഞായിരുന്നു 3 ഫേസിലായിരിക്കും അവരുടെ ഓപ്പറേഷൻ നടക്കാൻ പോകുന്നത്. ആദ്യത്തെ ഫേസിൽ ഇസ്രായേലിൻ്റെ ഉള്ളിൽ ഹമാസ് തീവ്രവാദികളെ അല്ലെങ്കിൽ ഭീകരവാദികളെ മാറ്റുക, അല്ലെങ്കിൽ അവിടുന്ന് ഒന്നി ന്യൂട്രലൈസ് ചെയ്യുക, അല്ലെങ്കിൽ തിരിച്ച് ഗാസയിലേക്ക് കൊണ്ടുപോവുക. രണ്ടാമത് ഗാസയിൽ ചെന്ന് ഹമാസിൻ്റെ എല്ലാ ഇൻഫ്രാസ്ട്രക്ചറും ടെറർ എക്കോസിസ്റ്റത്തിനെയും തകർക്കുക എന്നായിരുന്നു അവരുടെ 2ാം സ്റ്റേജ്. 3ാമത്തെ പ്രയോറിറ്റി ആയിരുന്നു അവരുടെ നോർത്തേൺ ഇസ്രായേലിൽ ഹെസ്ബുല്ല മറ്റ് കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ അഡ്രസ്സ് ചെയ്യുക എന്നുള്ളത്. അപ്പം ഞാൻ മനസ്സിലാക്കുന്നത് ഫസ്റ്റ് സ്റ്റേജ്, അതായത് ഇസ്രായേലിൻ്റെ ഉള്ളിൽ വന്ന ഒരുവിധം ഉള്ള എല്ലാ ഹമാസ് ടെററിസ്റ്റിനെയും അവർ ന്യൂട്രലൈസ് ചെയ്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ചെറിയ സ്ഥലത്ത് നിന്നുള്ള ഇൻഫിൽട്രേഷൻ ഇനിയും സാധ്യത ഉണ്ട് എന്നും അവരുടെ ചില അനലിസ്റ്റുകൾ പറയുന്നുണ്ട്. പക്ഷേ മോർ ഓർ ലെസ് അവരുടെ എല്ലാ കടന്ന് ഇൻഫിൽട്രേറ്റ് ചെയ്ത് വന്ന
ടെററിസ്റ്റിനെ എല്ലാവരും അവർ ന്യൂട്രലൈസ് ചെയ്തു. നൗ കംസ് എ സെക്കൻഡ് ഫേസ്. ഈ ഫേസ് തുടങ്ങിയപ്പോൾ തന്നെ അവർ ഓൾറെഡി ബൈ എയർ ഗാസയുടെ കംപ്ലീറ്റ് ഈ ഇൻഫ്രാസ്ട്രക്ചർ ഡിസ്ട്രക്ഷൻ തുടങ്ങിക്കഴിഞ്ഞിരുന്നു. അതാണ് നമ്മൾ നേരത്തെ കണ്ടത്. കംപ്ലീറ്റ് ആയിട്ടുള്ള ബിൽഡിങ്സിനെ അവർ ബോംബാർഡ് ചെയ്ത് തകർക്കുകയാണ്. അതായത് ഒരു വിഷ്വൽ ഇമ്പാക്ട് നമ്മൾ തിരിച്ചടിക്കുന്നു എന്ന് കാണിക്കാൻ വേണ്ടി, ലോകത്തെ കാണിക്കാൻ വേണ്ടി ഒരു വിഷ്വൽ ഇമ്പാക്ട് എന്നുള്ള രീതിയിൽ അവർ നിരന്തരമായിട്ടുള്ള നാശനഷ്ടങ്ങൾ നടത്തുന്നു. നൗ കംസ് എ സെക്കൻഡ് ഫേസിന്റെ പാർട്ടായിട്ട് തന്നെ ഒരു ഗ്രൗണ്ട് ഒഫൻസീവ്, അതായത് ഈ ടാങ്ക്സും ഇൻഫൻട്രി ട്രൂപ്സും ഇവർ ഗാസയിലോട്ട് അകത്ത് ചെന്ന് അവിടെ ചെന്നിട്ട് ഈ ഹമാസിനെ ന്യൂട്രലൈസ് ചെയ്യാനുള്ള ഒരു ഓപ്പറേഷനിലേക്ക് അവർ പോകുമോ ഇല്ലയോ എന്നുള്ള ഒരു വലിയൊരു ചോദ്യമുണ്ട്. കാരണം ഓൾദോ എല്ലാവരും അനലൈസ് ചെയ്യാണ്, അവർ മോസ്റ്റ് ലൈക്ലി ദേ വിൽ ഗോ ഇൻ. പക്ഷേ അങ്ങനെ പോവുകയാണെങ്കിൽ ഈ ഒരു വാർ ഡോക്ടർ അരുൺ നേരത്തെ പറഞ്ഞ പോലെ വളരെയേറെ ഒരു ബ്ലഡി വാറായിട്ട് മാറും. അതായത് കാഷ്വാലിറ്റീസ് ഇതിലും ഇതിലും കൂടും. നമുക്കറിയാം ഗാസ എന്ന് പറഞ്ഞാൽ വളരെ ഡെൻസ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. 23 lakh ആളുകൾ 365 സ്ക്വയർ കിലോമീറ്റേഴ്സ് താമസിക്കുന്ന ഒരു ഏരിയയിൽ നിൽക്കുകയാണ്. ഇപ്പം ബൈ എയർ സ്ട്രൈക്ക് ചെയ്യുമ്പോൾ അറ്റ്ലീസ്റ്റ് കുറച്ചെങ്കിലും അവർക്ക് ടൈം കിട്ടുന്ന അല്ലെങ്കിൽ വാർണിംഗ് കിട്ടുകയാണെങ്കിൽ അവർ പോയി ബങ്കേഴ്സിലൊക്കെ ചെയ്യാണ്. പക്ഷേ ഈ ടാങ്ക്സും മറ്റുമെല്ലാം പോയി കഴിഞ്ഞാൽ അവിടെ ആ പ്രൊലോങ്ഡ് ആയിട്ട് നമ്മളിപ്പം യുക്രൈൻ റഷ്യ വാറിലൊക്കെ കാണുന്ന പോലെ അങ്ങനത്തെ ഒരു വാറിലേക്ക് പോകുമ്പോൾ തീർച്ചയായിട്ടും കാഷ്വാലിറ്റീസ് കൂടും. ഈവൻ ഇസ്രയേലി കാഷ്വാലിറ്റീസ് കൂടും. അപ്പം എൻ്റെ ഒരു അസസ്മെൻറ്റിൽ ഇപ്പോഴത്തെ സ്ഥിതിയിൽ പ്രത്യേകിച്ച് ഹമാസിൻ്റെ കയ്യിൽ ഇസ്രയേലി പ്രിസണേഴ്സും ഉണ്ട്. ഒരു 150ഓളം ഉണ്ടെന്നാണ് ഇപ്പോഴത്തെ കണക്കനുസരിച്ച്, ഇൻക്ലൂഡിങ് സം ഫോറിനേഴ്സ് ഉള്ളവരുണ്ട്. അപ്പോൾ അങ്ങനെ ഉള്ളൊരു സ്ഥിതിയിൽ എത്രമാത്രം അവർ ഒരു ഓൾ ഔട്ട് ഇതിനു വേണ്ടി പോകും? ബിക്കോസ് നമുക്കറിയാം അവരുടെ ഒരു ഹിസ്റ്ററി ഉണ്ട്. ഒരു വ്യക്തിക്ക് വേണ്ടി അവർ 1207 പലസ്തീനിയൻസിനെ അവർ വിട്ടുകൊടുത്തിട്ടുള്ള ഒരു ചരിത്രം അവർക്കുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഇരിക്കുന്ന ഓരോ വ്യക്തിക്ക് അത്രമാത്രം വില കൽപ്പിക്കുന്ന ഒരു നേഷൻ ഇത്രയും പ്രിസണേഴ്സ് അവിടെ നിൽക്കുമ്പോൾ ഫുൾ ഓൾ ഔട്ട് പോകുമോ ഇല്ലെന്നുള്ള എല്ലാത്തിനും ഒരു നമുക്കറിയാവുന്നതുപോലെ 1973 യുഖിംപൂർ യുദ്ധവുമായിട്ട് നമുക്കതിനെ താരതമ്യം ചെയ്യാനേ കഴിയില്ല. കാരണം ഹമാസ് ഒരു രാജ്യമല്ല, അതൊരു നോൺ സ്റ്റേറ്റ് ആക്ടറാണ്, അതൊരു രാഷ്ട്രമല്ല, അതൊരു സംഘടനയാണ്. അതുകൊണ്ട് തന്നെ യുദ്ധത്തിൻ്റെ ഒരു നിയമവും അവർക്ക് ബാധകവുമല്ല എന്നതാണ് ഒരുപക്ഷെ ഇനി വരാൻ പോകുന്ന മണിക്കൂറുകളിൽ ഏറ്റവും ഭീതിതമാക്കുന്നത് എന്നൊരു ഭയപ്പാട് താങ്കൾക്കുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട് ഡോക്ടർ. അത് വളരെ ശരിയായിട്ടുള്ള ഒരു അനാലിസിസ് ആണ്. ബിക്കോസ് യോം കിപ്പൂർ വാറിൽ ദർ 2 സ്റ്റേറ്റ്സ് ആയിരുന്നു. ഇവിടെ ഒരു സ്റ്റേറ്റും ഒരു നോൺ സ്റ്റേറ്റ് ആക്ടറുമായിട്ടാണ് യുദ്ധം. അപ്പോൾ അവിടെ ഒരു സ്ഥലത്ത് ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസും ഒരു രീതിയിലുള്ള ഒന്നും പാലിക്കാത്ത ഒരു ഫൈറ്റിംഗ് ഫോഴ്സ് അല്ലെങ്കിൽ ഒരു ടെററിസ്റ്റ് ഗ്രൂപ്പായിട്ട് ഫൈറ്റ് ചെയ്യുമ്പം അവർക്ക് ഒരു ലിമിറ്റും ഇല്ല. അപ്പോൾ അവർക്ക് എന്തും ചെയ്യാം, അവർക്ക് എന്ത് രീതിയിൽ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു. വിദേശകാര്യ എഡിറ്റർ കൂടിയായ സ്റ്റാൻലി ചേരുന്നുണ്ട്. സ്റ്റാൻലി ജോണി, ലോകത്തെ ഏറ്റവും സുസജ്ജമായ ആഭ്യന്തര ഇന്റലിജൻസ് ഉണ്ടായിരുന്ന രാജ്യമാണ് ഇസ്രായേൽ. ഷബാക്ക്, മിലിറ്ററി ഇന്റലിജൻസ് അമാൻ, വിദേശ രാജ്യങ്ങളിലെ ഇന്റലിജൻസ് സംവിധാനമായ മൊസാദ്, ഏറ്റവും ഡെഡ്ലി ആയിട്ടുള്ള ഇന്റലിജൻസ് ഏജൻസി എന്ന രീതിയിൽ ഓവർ റേറ്റ് ചെയ്യപ്പെട്ട ഏജൻസികളാണോ ഇത്? എല്ലാം ഒരുമിച്ച് പരാജയപ്പെട്ടു പോകുന്ന ഒരു കഥ കേൾക്കുമ്പോൾ ഇതൊരു ഓവർ റേറ്റഡ് ആയ ഒരു സംവിധാനമാണെന്ന് അങ്ങേക്ക് കരുതുന്നുണ്ടോ? അതല്ല ഇതെല്ലാം സമ്പൂർണ്ണമായി പരാജയപ്പെട്ടിരിക്കുന്നു എന്ന വിലയിരുത്തലിലേക്ക് നമുക്ക് എത്തേണ്ടതുണ്ടോ ഈ ഘട്ടത്തിൽ? പരാജയമാണെന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഇപ്പോ മൊസാദിനെ പറ്റിയിട്ടായാലും അല്ലെങ്കിൽ ഷിൻബാത്തിനെ പറ്റിയിട്ടായാലും ഒക്കെ പറയുന്ന ഒരു കാര്യം, ഒരു മിത്തിക്കൽ സ്റ്റേച്ചറാണ് മൊസാദിനുള്ളത് പോപ്പുലർ നാരേറ്റീവില് ബേസിക്കലി. പക്ഷെ മൊസാദ് മറ്റേതൊരു ഹ്യൂമൻ ഇന്റലിജൻസ് ഏജൻസിയെ പോലുള്ള ഒരു ഇന്റലിജൻസ് ഏജൻസിയാണ്. എല്ലാവർക്കും ഇപ്പൊ ഈ പറയുന്ന CIA ഏറ്റവും വലിയ പരാജയമാണല്ലോ ഇറാഖ് യുദ്ധം എന്ന് പറയുന്നത്, അല്ലെ? എത്രയും വലിയ ഇന്റലിജൻസ് ഏജൻസിക്കും പലതരത്തിലുള്ള പരാജയങ്ങൾ പറ്റും. ഇപ്പൊ മൊസാദിന്റെ കാര്യം തന്നെ നോക്കുക. മൊസാദിന് വലിയ അബദ്ധങ്ങൾ പറ്റിയിട്ടുള്ള ഒരു ഏജൻസിയാണ്. പക്ഷെ അത് നമ്മളുടെ പോപ്പുലർ നാരേറ്റീവിലൊന്നും വരുന്നില്ല. 973 യോം കിപ്പർ, ഇത് ഇന്നത്തേത് ഹാമാസ് ഓർഗനൈസ് ചെയ്ത ഒരു ലോ ടെക് ഇൻകേർഷൻ ആണ്. 973 ഈജിപ്ഷ്യൻ ആൻഡ് സിറിയൻ ട്രൂപ്സ് അവര് കോർഡിനേറ്റ് ചെയ്ത് രണ്ട് രാജ്യങ്ങളിൽ ഇരുന്ന് കോർഡിനേറ്റ് ചെയ്തിട്ടാണ് 973 ഒക്ടോബർ 6-ാം തീയതി യോം കിപ്പർ ഹോളിഡേക്ക് യുദ്ധം ആരംഭിക്കുന്നത്. ഇസ്രായേൽ വാസ് ടോട്ടലി കോട്ട് ഓഫ് ഗാർഡ് ഇൻ 1973. അപ്പോ അന്ന് മൊസാദിന്റെ ഇതുപോലെ ഇന്റലിജൻസ് കംപ്ലീറ്റ് പരാജയമായിരുന്നു. യുദ്ധം തുടങ്ങിയതിനു ശേഷമാണ് ഇസ്രായേൽ അറിയുന്നത് യുദ്ധം ആരംഭിച്ചെന്നുള്ളത്, സൈനായ് പെനിൻസുലയിലും ഗോലാൻ ഹെയ്റ്റ്സിലും. അതുപോലെ 2006 ഹിസ്ബുള്ളയുടെ ക്രോസ് ബോർഡർ ഇൻകേർഷൻ മുൻകൂട്ടി കാണുന്നതിൽ മൊസാദ് പരാജയപ്പെടുകയാണ് ഉണ്ടായത്. 2004 മൊസാദ് ഖാലിദ് മഷാലിനെ, ഹമാസ് ലീഡർ ഖാലിദ് മഷാലിനെ കൊല്ലാൻ ശ്രമിക്കുകയുണ്ടായി ജോർഡാനിൽ അമ്മാനിൽ വെച്ച്.
ഖാലിദ് മഷാലിന് വിഷം കൊടുത്ത്, പക്ഷെ മഷാൽ മരിച്ചില്ല. മൊസാദിന്റെ ഓപ്പറേറ്റീവ്സിനെ ജോർഡാനിയൻ റഷ്യൻ പിടികൂടുകയുണ്ടായി. അന്നത്തെ ജോർഡാൻ രാജാവ് കിങ് ഹുസൈൻ പരസ്യമായി പറഞ്ഞു, നെതന്യാഹു ആണ് അന്ന് പ്രൈം മിനിസ്റ്റർ, നെതന്യാഹുവിനോട് പറഞ്ഞത്, ഖാലിദ് മഷാലിനെ രക്ഷപ്പെടുത്താനുള്ള ആന്റിഡോട്ടുമായി നിങ്ങൾ ജോർഡാനിൽ വരണം, ഇല്ലെങ്കിൽ ഐ ആം ഗോയിങ് ടു ഹാങ് യുവർ മാൻ ഇൻ പബ്ലിക്. എന്നിട്ട് നെതന്യാഹു, നമ്മൾ ഈ പറയുന്ന നെതന്യാഹു നേരിട്ട് അമ്മാനിൽ പോവുകയും ആന്റിഡോട്ട് കൊടുക്കുകയും ഖാലിദ് മഷാലിനെ രക്ഷപ്പെടുത്തുകയും ചെയ്തു. ഖാലിദ് മഷാൽ ഇന്ന് ജീവനോടെ ഇരിപ്പുണ്ട് ദോഹയില്, ഖത്താറില്. അപ്പൊ മൊസാദ്, നമ്മുടെ പോപ്പുലർ നാരേറ്റീവിലെ മൊസാദ് എന്ന് പറയുന്നത് ഒരു വലിയ അല്ലേ, വലിയൊരു മോൺസ്ട്രസ് ഇന്റലിജൻസ് ഏജൻസിയാണ്. പക്ഷെ ഏതൊരു ഹ്യൂമൻ ഇന്റലിജൻസ് ഏജൻസിയെയും പോലെ മൊസാദിന് ഒരുപാട് അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു വലിയ തിരിച്ചടിയാണ് നടന്നിട്ടുള്ളത്. കാരണം ഒരു 325 സ്ക്വയർ കിലോമീറ്റർ ടെറിട്ടറിയിലാണ്. അപ്പോ ഈ നിങ്ങൾ ഓപ്പറേഷൻ, ഹാമാസിന്റെ ഓപ്പറേഷൻ നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഹാമാസ് വലിയ വലിയ ആർമേർഡ് വെഹിക്കിൾസ് കൊണ്ടുവന്ന് ട്രൂപ്സ് മൊബിലൈസേഷൻ നടത്തി ഒരു ക്രോസ് ബോർഡർ അറ്റാക്ക് അല്ല നടത്തിയത്. ഇതൊരു ലോ ടെക് ഓപ്പറേഷൻ ആണ്. ഇത് ഓക്കെ, ഞാൻ വരാം സ്റ്റാൻലി. ഒരു ലോ ടെക് ഇൻക്ലൂഷൻ എന്ന രീതിയിലാണ് സ്റ്റാൻലിയും അതിനെ വിലയിരുത്തുന്നത്. പക്ഷേ അതൊരു ഓവർ റേറ്റഡ്, ഒരു മിത്തിക്കൽ ഫിഗറാണ് നമ്മളെല്ലാം മൊസാദിന് കൊടുത്തിരിക്കുന്നത് എന്നത് ഏറെക്കുറെ വ്യക്തവുമാണ്. അവരുടെ കയ്യിൽ സാങ്കേതിക വൈദഗ്ധ്യമുണ്ട്, പക്ഷേ പലപ്പോഴും അവർ പാളിപ്പോയത് എങ്ങനെയാണെന്നാണ് സ്റ്റാൻലി നമ്മളോട് വിശദീകരിച്ചത്. നമുക്കിപ്പം പ്രൊഫസർ ജോസുകുട്ടി കൂടി ചേരുന്നുണ്ട്. പ്രൊഫസർ ജോസുകുട്ടി, നമുക്ക് ആ ചർച്ചയുടെ ആദ്യഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ഇനിയുള്ള നിമിഷങ്ങളിൽ എന്താണ് ഗാസ സ്ട്രിപ്പിനെ കാത്തിരിക്കുന്നത്, പശ്ചിമേഷ്യയിൽ നിന്ന് നമ്മൾ കേൾക്കാൻ സാധ്യതയുള്ളത്? പലതവണ ഏറ്റുമുട്ടലുകൾ നടന്നൊരു പ്രദേശമാണ്. അസമാധാനത്തിൻ്റെ ചരിത്രമായിരുന്നു പശ്ചിമേഷ്യക്കുള്ളത്. നമ്മൾ അതിൻ്റെ ദീർഘമായ ചരിത്രമൊക്കെ നേരത്തെ സൂചിപ്പിച്ചു. ഇനി എന്താണ്? ഏതു നിമിഷം ഈ പറയുന്ന കര വഴിയുള്ള ഒരു ആക്രമണം ഉണ്ടാകാം ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്ന്. അങ്ങനെയാണെങ്കിൽ കേണൽ ഡിന്നി പറഞ്ഞതുപോലെ കാത്തിരിക്കുന്നത് ഏറ്റവും മോശമായ ഒരു ദുരന്ത വാർത്തയായിരിക്കും നമ്മളെ. ഇനി എന്താണ് പ്രതീക്ഷിക്കുന്നത് നിലവിൽ? ഒപ്പം തന്നെ എങ്ങനെയായിരിക്കും അതിനെ തടയാൻ വേണ്ടി മറ്റു രാഷ്ട്രങ്ങൾ ശ്രമിക്കുക? നയതന്ത്ര സാധ്യതകൾ എന്തെല്ലാമാണ്? തീർച്ചയായിട്ടും കാത്തിരിക്കുന്നത് വലിയ മനുഷ്യ ദുരന്തമായിരിക്കും. അതിനു വേണ്ടിയിട്ടുള്ള സന്നാഹങ്ങളൊക്കെ ഇസ്രായേൽ ഒരുക്കിക്കഴിഞ്ഞു. എല്ലാവിധ ആയുധങ്ങളും ഈ പറഞ്ഞതുപോലെയുള്ള നേവിയും മറ്റ് പടക്കോപ്പുകളൊക്കെ തയ്യാറാക്കി ഒരു ദുരന്തത്തിലേക്കാണ് പോകുന്നത്. ഇതിൻ്റെ ദുരന്തത്തിൻ്റെ വ്യാപ്തി നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ ഇതിലെന്താണ് ഇസ്രായേൽ ലക്ഷ്യമിടുന്നത്? സ്വാഭാവികമായും ആ പ്രദേശത്തെ എന്തൊക്കെ പ്രശ്നങ്ങളും വെല്ലുവിളികളും ഇസ്രായേലിനുണ്ടെങ്കിലും ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള ഒരു രാജ്യമായിരുന്നു അവർ എന്നുള്ള ആ ഒരു സുരക്ഷിത ബോധം അവിടുത്തെ പൗരന്മാർക്ക് കൊടുക്കുവാൻ ഒരു പരിധിവരെ ഇസ്രായേലിന് കഴിഞ്ഞിരുന്നു. അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അക്രമം ഒരിക്കലും അവർക്ക് സംഭവിക്കില്ല എന്ന് പറഞ്ഞിരുന്നു. അതിന് ഒരു മാറ്റം വരുത്താൻ ഹമാസിന് കഴിഞ്ഞിരിക്കുന്നു എന്നതുകൊണ്ട് തന്നെ ഹമാസിനെ ഇല്ലാതാക്കി തങ്ങൾ സുരക്ഷിതരാണ് എന്ന് പൗരന്മാർക്കും ലോകത്തിന് മുന്നിൽ തെളിയിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു വെമ്പലിലാണ് ഇസ്രായേൽ എന്നെനിക്ക് തോന്നുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഹമാസിനെ ഇല്ലാതാക്കണമെങ്കിൽ വലിയ രീതിയിലുള്ളൊരു ആക്രമണം ഗാസ മുനമ്പിൽ നടക്കണം. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് വലിയ അക്രമത്തിലേക്ക് പോകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പം എന്തുകൊണ്ടാണ് ഹമാസിനെ ഇല്ലാതാക്കേണ്ടി വരുന്നത് എന്ന് ചോദിച്ചാൽ, ഇന്ന് ഇസ്രായേൽ നാണം കെട്ടാണ് ലോകത്തിന് മുമ്പ് നിൽക്കുന്നത്. അത് ഇൻ്റലിജൻസ് പരാജയമാണെന്ന് പറഞ്ഞാലും അല്ലെങ്കിൽ അവർ വന്നിരിക്കുന്ന നാശനഷ്ടങ്ങൾ, അത് മനുഷ്യജീവൻ്റെ കാര്യത്തിലൊക്കെ ആണെങ്കിലും, ഈ പ്രദേശത്തെ വിജയം എന്ന് പറയുന്നത് ഓരോ യുദ്ധത്തിൻ്റെ കണക്ക് നമ്മൾ എടുത്തു നോക്കുമ്പോഴും അതിൽ ആർക്കാണ് കൂടുതൽ നാശനഷ്ടം വന്നത് അവരാണ് പരാജിതരായി പലപ്പോഴും കണക്കാക്കപ്പെടുന്നത്. ഇവിടെ ഇപ്പോൾ നിലവിൽ ഇസ്രായേലിനാണ് കൂടുതൽ നാശനഷ്ടം വന്നിരിക്കുന്നത്. അപ്പോൾ ഇസ്രായേൽ ഒരു വിജയിയുടെ സ്ഥാനത്തേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും കൂടുതൽ നാശനഷ്ടങ്ങൾ മനുഷ്യന്റെ കാര്യത്തിലാണെങ്കിലും മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളുടെയും മറ്റുമൊക്കെ കാരണത്തിലാണെങ്കിലും അത് ഹമാസിനും ഗാസ മുനമ്പിനും സംഭവിക്കണം. ഈ യുദ്ധം ഇസ്രായേലിനാണെങ്കിലും ശരി, അതല്ല ഹമാസിനാണെങ്കിലും ശരി, എന്തു നേട്ടമാണ് കൊടുക്കുന്നത് എന്നതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമുക്ക് നയതന്ത്രത്തിൻ്റെ കാര്യം രണ്ടാമത്തെ ഒരു ഘട്ടത്തിലേക്ക് എത്താം. ഇപ്പോൾ എനിക്കൊരു ചെറിയ ഇടവേള വേണം. ഇടവേളയ്ക്ക് ശേഷം നമുക്കൊപ്പം ഇസ്രായേലിൽ നിന്ന് ജിബിയും ഇസ്രായേലിൽ നിന്ന് അരുണും നയതന്ത്ര വിദഗ്ധൻ കൂടിയായ വിദേശകാര്യ വിദഗ്ധൻ കൂടിയായ നിർമ്മൽ എബ്രഹാമും നമുക്കൊപ്പം ചേരും. ഇസ്രായേലിൽ നിന്ന് ജിബി കൂടി നമുക്കൊപ്പം ചേരുന്നു, ഒപ്പം അരുണും. ആദ്യം ജിബിയിലേക്ക്. ജിബി, ഇപ്പോൾ എന്താണ് ഇസ്രായേലിലെ അവസ്ഥ? ഏതൊക്കെ തരത്തിലുള്ള മുന്നറിയിപ്പുകളാണ് നിങ്ങൾക്ക് കിട്ടുന്നത്? നിങ്ങളിപ്പോൾ സുരക്ഷിതരാണോ? നിങ്ങളുടെ സ്ഥലം എവിടെയാണ്? ടെലവീവിനടുത്തോ മറ്റോ ആണോ? ഞാനിപ്പോൾ സംസാരിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ടെലവീവിനോട് അടുത്ത് 8 കിലോമീറ്റർ ദൂരെയുള്ള റിഷോൺ ലിറ്റ്സിയോൺ എന്ന സ്ഥലത്താണ്. ഇവിടെ നിന്നും ഒരുപാട് ലോങ് ആണ് ഈ അഷ്കിലോൺ, ഗാസ, സിഡോട്ട് എന്ന് പറയുന്ന സ്ഥലങ്ങളെല്ലാം തന്നെ. ഇപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നതിന് അരമണിക്കൂർ മുന്നേ, അതായത് ഇന്ത്യൻ സമയം 5 മണിക്ക് ഇവിടെ ഫുൾ അലേർട്ട് ആയിരിക്കണം, അല്ലെങ്കിൽ പ്രത്യേകിച്ച് അഷ്കിലോൺ ഭാഗത്തുള്ളവർ അലേർട്ട് ആയിരിക്കണം എന്നുള്ള നിർദ്ദേശം കൊടുക്കുന്നു. കാരണം ഹമാസിന്റെ ഭാഗത്ത് നിന്ന് അഷ്കിലോണിലേക്ക് മിസൈൽ ആക്രമണം ഉണ്ടാകാം. അതുകൊണ്ട് പ്രിക്വേഷൻസ് എടുത്തുകൊണ്ട് സേഫ്റ്റി റൂമിലേക്ക് മാറണം എന്നൊരു ഇൻഫർമേഷൻ തന്നിരുന്നു. പക്ഷേ
നിർഭാഗ്യം എന്ന് പറയട്ടെ ഇതുവരെ, അല്ലെങ്കിൽ നമ്മുടെ ഭാഗ്യം എന്ന് പറയട്ടെ ഇതുവരെ അങ്ങനെ ഒരു അറ്റാക്ക് അവിടെ ഉണ്ടായിട്ടില്ല. ഇതാണ് കറണ്ട് സിറ്റുവേഷൻ. പക്ഷേ ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ട് ഇസ്രയേലിന്റെ അവസ്ഥകളെക്കുറിച്ചും ഹമാസ് ഭീകരത അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ നിങ്ങൾ സംസാരിക്കുന്നുണ്ട്. പക്ഷേ മലയാളികളെ കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ഒരു കാര്യം പറയാൻ നിങ്ങൾ സമ്മതിച്ചേ പറ്റൂ. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും ഒരു മലയാളി യുവതി ഇന്നും ജീവനോടിരിക്കുന്നത് ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ്. ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വാർത്തകളിൽ ആദ്യം കാണുന്നത് ഇസ്രയേൽ ഹമാസ് ആക്രമണത്തിൽ, അതിൽ ആര് ഭീകരർ എന്നത് പിന്നെ ചർച്ച ചെയ്യാം, അതിന്റെ വശങ്ങൾ. പക്ഷേ ഭീകരാക്രമണത്തിൽ പൊലിഞ്ഞുപോയ ഒരു മലയാളി യുവതിയുടെ വാർത്ത കൂടെ നിങ്ങൾക്ക് ആഡ് ചെയ്യേണ്ടി വരുമായിരുന്നു. അത് നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടാൽ മാത്രമേ നിങ്ങൾക്ക് ഇവിടുത്തെ ഭീകരത മനസ്സിലാകത്തുള്ളൂ. ഒരു അപ്പച്ചനെ നോക്കുന്ന ഒരു മലയാളി യുവതി, അവളുടെ അടുത്തേക്ക് ഹമാസിന്റെ പോരാളികളോ ഭീകരവാദികളോ ഹമാസിന്റെ ആളുകൾ വന്ന് ആക്രമണം നടത്തുന്ന സമയം വന്നപ്പോൾ, ഏകദേശം കതകടച്ചിരുന്നപ്പോൾ 1.5 മണിക്കൂറോളം ആ കതക് തുറക്കാതെ വന്ന സമയത്ത് 1.5 മണിക്കൂറിന് ശേഷം നിങ്ങൾ കതക് തുറന്നില്ലെങ്കിൽ ചവിട്ടി പുറത്താക്കി കത്തിച്ചു കളയുമെന്ന് പറഞ്ഞപ്പോൾ ഗതികെട്ട് ആ അപ്പച്ചനെയും കൊണ്ട് പുറത്തേക്ക് ഇറങ്ങേണ്ട ഒരു സാഹചര്യം വന്നപ്പോൾ കഴുത്തിൽ കുരിശ് കണ്ടു എന്നതിന്റെ പേരിലും കഴുത്തിൽ സ്വർണ്ണമാല കണ്ടു എന്നതിന്റെ പേരിലും ഹമാസിന്റെ പോരാളികൾ എന്ന് നിങ്ങൾ വിശേഷിപ്പിക്കപ്പെടുന്ന ഹമാസിന്റെ ഭീകരർ ആ മലയാളി യുവതിയുടെ കഴുത്തിൽ പിടിച്ചു വലിച്ചുകൊണ്ട് സ്വർണങ്ങൾ വലിച്ചു പിടിച്ചു പറിച്ചെടുത്തുകൊണ്ട് വാഹനത്തിലേക്ക് കയറ്റാൻ ശ്രമിക്കവേ പേസ് മേക്കർ ഉപയോഗിക്കുന്ന ആബയെ വലിച്ചുകൊണ്ട് പോകാൻ പറ്റാത്ത സാഹചര്യം വന്നപ്പോൾ വഴിയിൽ ഉപേക്ഷിക്കാൻ പറഞ്ഞപ്പോൾ ആ മലയാളി യുവതി പറഞ്ഞത്, നിങ്ങൾ എന്നെ കൊന്നാലും ഞാൻ ഈ നോക്കുന്ന പേഷ്യന്റിനെ ഞാൻ വിട്ടു പോരില്ല എന്ന് പറഞ്ഞപ്പോൾ നിങ്ങളെ രണ്ടുപേരെയും കൊല്ലും എന്ന് ഹമാസിന്റെ ഭീകരർ പറഞ്ഞപ്പോൾ അദ്ദേഹത്തെ എടുത്തുകൊണ്ട് പോകാനുള്ള ശ്രമം നടത്തി. പക്ഷേ ആ വാഹനത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഇസ്രയേലികൾ ഉള്ളായതുകൊണ്ട് മാത്രം, ആ വാഹനത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഇസ്രയേലികൾ ഉള്ളതുകൊണ്ട് മാത്രം ഹമാസിന്റെ ഭീകരർക്ക് ഈ മലയാളി യുവതിയെ കൊണ്ടുപോകാൻ പറ്റിയില്ല. അതുകൊണ്ട് മാത്രം ജീവനോടിരിക്കുന്ന ഒരു തൊടുപുഴക്കാരി സാക്ഷി നിർത്തിയാണ് ഞാൻ സംസാരിക്കുന്നത്. അതുപോലെ ഒരുപാട് പേർ, നിങ്ങൾ സംസാരിക്കേണ്ടത് ഗാസയുടെ അതിർത്തികളിൽ താമസിക്കുന്നവരാണ്. ഗാസയുടെ അതിർത്തികളിൽ യുദ്ധങ്ങൾ വരുമെന്ന് എല്ലാ വർഷവും കരുതിയിരിക്കുന്ന ധീരരായിട്ടുള്ള മലയാളി സഹപ്രവർത്തകരുണ്ട്. ഞങ്ങൾക്കറിയാം എല്ലാ വർഷവും യുദ്ധം വരുമെന്ന്. പക്ഷെ ഈ തവണ മാത്രം കരയിൽ കൂടി ഉണ്ടായ ഈ ഒരു നുഴഞ്ഞാക്രമണത്തെ ഞങ്ങൾ കുറച്ചു ഭയന്നു എന്ന് സത്യമാണ്. അതിന്റെ അർത്ഥം ഇസ്രയേൽ തകർക്കപ്പെടുമെന്നോ, ഇസ്രയേൽ തോറ്റുവെന്നോ, ഹമാസ് ജയിച്ചുവെന്നോ, ഹമാസ് വിജയം കണ്ടെത്തുന്നോ ഒന്നുമല്ല നിങ്ങൾ ചിന്തിക്കേണ്ടത്. വളരെ വ്യക്തമാണ് ജിബി പറഞ്ഞത്. ജിബി, ഇപ്പോ നാട്ടിലേക്ക് തിരിച്ചു വരുന്നതിനെ കുറിച്ച് മലയാളി സുഹൃത്തുക്കളോ ഇന്ത്യക്കാരുമായിട്ടുള്ള ആളുകൾ എന്തെങ്കിലും ആശങ്കകൾ പങ്കുവയ്ക്കുന്നുണ്ടോ? പല രാജ്യങ്ങളും അവരുടെ പൗരന്മാരെ ഇസ്രായേലിൽ നിന്ന് അവരുടെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമം തുടങ്ങിക്കഴിഞ്ഞു. അങ്ങനെ എന്തെങ്കിലും ആഗ്രഹം ഇപ്പോൾ മലയാളികൾ പ്രകടിപ്പിക്കുന്നുണ്ടോ? ഇതുവരെ ഒരു 90% മലയാളികളും. ഇത് പറയാൻ കാരണം ഇവിടെ ഞങ്ങൾ കൂട്ടായ്മയുണ്ട്. ഈ കൂട്ടായ്മയിൽ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ കാര്യങ്ങൾ പങ്കുവെക്കുന്നതാണ്. അവരാരും തന്നെ നാട്ടിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ അതിന്റെ ഒരു ആവശ്യം ഉണ്ടാകുന്നില്ല. എങ്കിൽ തന്നെയും കുറച്ചു പേർ, അതായത് 3-4 മാസമായി വന്നവരെയൊക്കെ അവരുടെ വീട്ടുകാര്, നിങ്ങൾ വേണം നാട്ടിലേക്ക് പോയിക്കോളൂ, നിങ്ങൾ നാട്ടിൽ നിൽക്കുന്ന സമയം വരെയുള്ള സാലറി നിങ്ങൾക്ക് തരാം, റീ എൻട്രിയുടെ കാര്യങ്ങൾ നൽകാം, നിങ്ങൾ തീർച്ചയായിട്ടും നാട്ടിലേക്ക് പൊക്കോളൂ എന്ന് ചില ഫാമിലികൾ നിർബന്ധം പിടിക്കുന്നുണ്ട്. കാരണം അവരുടെ മാതാപിതാക്കൾ UK-ലും അമേരിക്കയിലൊക്കെ ഉള്ളത് കൊണ്ട് അവരെ അങ്ങോട്ട് കൊണ്ടുപോകുന്നത് കൊണ്ട് അവിടെയും മലയാളികളുടെ അത് ഞങ്ങളുടെ മനസ്സവർ അറിയുന്നുണ്ട്. കാരണം ഞങ്ങളുടെ കുടുംബവും പട്ടിണിയാവും, അതുകൊണ്ട് നിങ്ങൾക്കുള്ള ശമ്പളം തരാമെന്ന് പറഞ്ഞുകൊണ്ട് സ്നേഹിക്കുന്ന ഇസ്രയേലി ആയിട്ടുള്ള ഫാമിലിയിലാണ് ഭൂരിഭാഗം. കാര്യങ്ങൾ വ്യക്തമാണ്. എന്തായാലും മലയാളികളിൽ 90% അല്ലെങ്കിൽ ഇന്ത്യക്കാരിൽ ഭൂരിപക്ഷം ആളുകളും ഇപ്പോൾ നിലവിൽ ഇസ്രായേലിൽ സുരക്ഷിതരാണ്. അവർ നാട്ടിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമുക്കൊപ്പം നിർമ്മൽ എബ്രഹാം കൂടി ചേരുന്നുണ്ട്. നിർമ്മൽ എബ്രഹാം വിദേശകാര്യ വിദഗ്ധനാണ്. നിർമ്മൽ, നേരത്തെ സ്റ്റാൻലി സൂചിപ്പിച്ചൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഇതൊരു ഇന്റലിജൻസ് ഏജൻസിയുടെ പരാജയം എന്നത് മാത്രമല്ല, അത് നിലവിൽ ബെഞ്ചമിൻ നെതന്യാഹു സർക്കാരിൻ്റെ പരാജയം എന്നുകൂടി ഒരു പക്ഷേ വിലയിരുത്തുമായിരിക്കും. പക്ഷേ എന്തായാലും അതൊക്കെ ഇനി അതിനുശേഷം ഇസ്രായേലിൻ്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ സംഭവിക്കേണ്ട കാര്യങ്ങളാണ്. പക്ഷേ ഇനി മുൻപിലേക്ക് എന്ത് എന്നൊരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. നിലവിൽ ഏതൊക്കെ രാജ്യങ്ങളാണ് ഈ ഒരു നയതന്ത്ര മധ്യസ്ഥതയ്ക്ക് എത്താൻ സാധ്യതയുള്ളത്? ഈജിപ്റ്റ് ആയിരിക്കുമോ താങ്കളുടെ ഒരു സാധ്യതയായിട്ട് താങ്കൾ കാണുന്നത്? ഐക്യരാഷ്ട്ര സംഘടനയൊക്കെ അപലപിച്ചു കഴിഞ്ഞു. പക്ഷേ നമുക്കറിയാവുന്നതുപോലെ ഐക്യരാഷ്ട്ര സംഘടനയ്ക്ക് എന്നും ഈ വിഷയത്തിൽ ഇടപെടുന്നതിന് പരിമിതികൾ ഒട്ടേറെയാണ്. മറുഭാഗത്ത് സൗദി അറേബ്യയുണ്ട്, ഒപ്പം ഖത്തർ ഇപ്പോൾ ഇടപെടുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. ഇപ്പോൾ പലസ്തീനിൽ നിന്ന് പ്രധാനമന്ത്രി റഷ്യയിലേക്ക് പോകുന്നുവെന്ന സൂചനയുണ്ട്, റഷ്യയുടെ സഹായം തേടി പോകുന്നുവെന്ന സൂചനയുണ്ട്. എങ്ങനെയായിരിക്കും ഇതിന് ഇന്റർനാഷണൽ പൊളിറ്റിക്സിൽ ഇതിന് മാറാൻ പോകുന്നത്? എങ്ങനെയായിരിക്കും ആ ബാലൻസ് ഓഫ് പവർ ഇക്വേഷൻസ് മാറാൻ സാധ്യതയുള്ളത് പശ്ചിമേഷ്യയിൽ?
ഓക്കെ, ആദ്യമായിട്ട് താങ്കൾ പറഞ്ഞതുപോലെ തന്നെ, ഡോക്ടർ അരുൺ പറഞ്ഞ പോലെ തന്നെ UN കൊണ്ട് യാതൊരു യൂസും ഇതിൻ്റെ അകത്തില്ല. നമ്മൾ വർഷങ്ങളായിട്ട് കണ്ടുവരുന്നതാണ്. യാതൊരു തരത്തിലുള്ള ഇപ്പം ഇസ്രായേൽ ഇഷ്യൂ ആണെങ്കിലും കാശ്മീർ ഇഷ്യൂ ആണെങ്കിലും സിറിയൻ സിവിൽ വാർ ആണെങ്കിലും റുവാൻഡൻ സിവിൽ വാർ ആണെങ്കിലും നടക്കുന്ന യമനിലും സുഡാനിലും മ്യാൻമാറിലും ഒക്കെ നടക്കുന്ന ഇഷ്യൂസ് സോൾവ് ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം വീറ്റോ പവറിൻ്റെ ഇഷ്യൂ ഉണ്ട്. യുക്രൈൻ വാറിൽ അതുകൊണ്ടാണല്ലോ റഷ്യയെ തന്നെ വീറ്റോ ചെയ്ത് രക്ഷപ്പെട്ടത്. അപ്പം അതാണ് ഒരു വശം. മറുവശത്ത് എനിക്ക് തോന്നുന്നു അമേരിക്കയ്ക്കും ഈജിപ്തിനും ഒപ്പം UAEക്കും സാധ്യതയുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇബ്രാഹിമിക് അക്കോർഡ്സ് തന്നെയാണ് അതിന് കാരണമായിട്ട് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത്. കാരണം USA-യും താങ്കൾക്കും അറിയാവുന്ന പോലെ തന്നെ USA-യും UAE-യും ബഹ്റൈനും സൗദിയും ഒക്കെ തന്നെ ഇപ്പം ഇസ്രായേൽ നോർമലൈസേഷനിലോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നു, അടുത്തുകൊണ്ടിരിക്കുന്നു. സോ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ അവരായിരിക്കും ഈ ഒരു ടോക്കിന് വരുന്നത്. പക്ഷേ നെതന്യാഹുവിൻ്റെ ആയിട്ട് ബന്ധപ്പെടുത്തിയൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഈ വാർ നേരത്തെ ചർച്ചയിൽ ഒരു പാനലിസ്റ്റ് സൂചിപ്പിച്ച പോലെ ഉടനെ തീരില്ല. കാരണം ഇതൊരു സൈക്കിൾ ഓഫ് വയലൻസ് ആണ്. ഇത് തുടർന്നുകൊണ്ടിരിക്കും. അതിനൊരു വലിയ കാരണം നെതന്യാഹുവിൻ്റെ ഇപ്പോഴത്തെ പൊളിറ്റിക്കൽ അവസ്ഥയാണ്. നേരത്തെ സൂചിപ്പിച്ച യോം കിപ്പൂർ വാർ 1973 യോം കിപ്പൂർ വാറിന് ശേഷം നടന്ന എന്താണ്, അവിടുത്തെ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള ഗോൾഡ മെയർ റിസൈൻ ചെയ്യേണ്ടി വന്നു. അന്നത് ഇൻ്റലിജൻസ് ഏജൻസി റിഫോം ചെയ്യേണ്ടി വന്നു. ഇത് രണ്ടും സംഭവിച്ചത് വലിയ പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നുകൊണ്ടാണ്. നെതന്യാഹു ഇപ്പോൾ ഒരു കോalition ഗവൺമെൻറ്റിലാണ് പിടിച്ചു നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് തീർച്ചയായിട്ടും ആഞ്ഞടിച്ച് ശക്തി തെളിയിച്ചേ പറ്റൂ. നേരത്തെ പറഞ്ഞ പോലെ നമ്പർ ഗെയിമാണ്. You kill 2, I kill 4, you kill 8, I kill 16 എന്നുള്ളൊരു നമ്പർ ഗെയിമാണ്. സോ അത് തെളിയിച്ച് കാണിക്കാതെ നെതന്യാഹു ഇറങ്ങേണ്ടി വന്നാൽ അദ്ദേഹത്തിന് തീർച്ചയായിട്ടും അടുത്ത ഇലക്ഷനിൽ പരാജയം നേരിടേണ്ടി വരും. അതുകൊണ്ട് അദ്ദേഹം ആഞ്ഞടിക്കും. 1. 2, വേറൊരു പരാജയം കൂടെ ഇസ്രായേലിൻ്റെ ഭാഗത്തുണ്ട്. ഇസ്രായേൽ ഹോസ്റ്റേജസിനെ ഇറക്കിക്കൊണ്ട് വരാതെ ഒരിക്കലും പലസ്തീൻ്റെ മുന്നിൽ ഒരു ചർച്ചയ്ക്കോ ഒരു സീസ് ഫയറിനോ തയ്യാറാവില്ല. കാരണം നേരത്തെ കേണൽ ഡെന്നി സൂചിപ്പിച്ചു, 2006 20 വയസ്സുള്ള ചെറുപ്പക്കാരനായ ഗിലാബ് ഷലീദ് എന്ന് പറയുന്ന ഒരു സോൾജറിനെ പിടിച്ചുകൊണ്ട് പോയി 2006. 2011 വരെ ഇസ്രായേൽ അയാളെ റെസ്ക്യൂ ചെയ്യാനുള്ള ശ്രമം നടത്തി. അവസാനം 2011 1027 പ്രിസണേഴ്സിനെ വിട്ടുകൊടുത്തിട്ടാണ് അദ്ദേഹത്തെ തിരിച്ചു മേടിച്ചത്. ആ 1027 പ്രിസണേഴ്സിൽ ഒരാളാണ് ഇന്ന് ഹമാസിൻ്റെ നേതാവ്. സോ അങ്ങനെ ഒരു അബദ്ധം ഇനി കാണിക്കണം. ഇപ്പോൾ 5300 പ്രിസണേഴ്സാണ് ഇസ്രായേലിലുള്ളത്. അങ്ങനെ ഒരു അബദ്ധം ഇനിയും ഇസ്രായേൽ കാണിക്കാൻ തയ്യാറാവില്ല. അതുകൊണ്ട് ഹോസ്റ്റേജസിനെ തിരിച്ചു കിട്ടിയാൽ ഈക്വൽ നമ്പർ ഓഫ്, ഈ പറഞ്ഞ പോലെ മാത്ത് ഇക്വേഷൻ ശരിയായി 1:1 അല്ലെങ്കിൽ 1:2 റേഷ്യോയിൽ ഞങ്ങൾ മരണം നടത്തിയിട്ട് അടങ്ങൂ എന്ന് തന്നെയാണ് നെതന്യാഹു തീരുമാനിച്ചു വെച്ചിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ്. ഒരു കാര്യം കൂടി നിർമ്മൽ എനിക്ക് അറിയേണ്ടതുണ്ട്. ഇതൊരു അറിഞ്ഞുകൊണ്ടുള്ള ഒരു സുരക്ഷാ വീഴ്ചയാണോ എന്നുള്ളതാണ്. ഞാനൊന്ന് സ്റ്റാൻലിയിലേക്ക് പോയിട്ട് തിരിച്ചു വരാം. സ്റ്റാൻലി ജോൺ, പലതരത്തിലുള്ള കോൺസ്പിറസി തിയറി, ഗൂഢാലോചന സിദ്ധാന്തങ്ങളുണ്ട്. അതിലൊരെണ്ണം ഇപ്പോൾ അന്തർദേശീയ മാധ്യമങ്ങളിൽ തന്നെ സംശയം പ്രകടിപ്പിക്കുന്നത് അത്ര എളുപ്പം മൊസാദിന് ഇത് മനസ്സിലാക്കാൻ കഴിയാതെ പോയത് എന്തുകൊണ്ടാണ്. ഉദാഹരണത്തിന് ഈ ഗാസ സ്ട്രിപ്പിനെയും ഇസ്രായേലിനെയും വേർതിരിക്കുന്ന ഫെൻസിങ്, നമുക്ക് ഈ ദൃശ്യത്തിൽ തന്നെ കാണാവുന്ന ഫെൻസിങ്ങിലുള്ള സെൻസറുകൾ, ആ സെൻസറുകളൊക്കെ വളരെ ആക്ടിവേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നതാണ് 24 മണിക്കൂറും. മാത്രമല്ല ടാങ്കുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ആ ഫെൻസിങ് മറികടക്കാൻ ശ്രമിക്കുന്നത്. താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ ലോ കോസ്റ്റ് ഇൻകേർഷനാണ് നടന്നിരിക്കുന്നത്. മോട്ടോർ ബൈക്കുകളിൽ, പാരച്യൂട്ടുകളിൽ, ടാങ്കറുകൾ ഉപയോഗിച്ചുകൊണ്ട്. ഇത് മനസ്സിലാക്കാൻ കഴിയാതെ മൊസാദ് പരാജയപ്പെടുമ്പോൾ അത് ചിലരെങ്കിലും കരുതുന്നത് ഇത് അറിഞ്ഞുകൊണ്ടുള്ളൊരു സുരക്ഷാ വീഴ്ചയാണെന്നാണ്. ഗാസയിലേക്കുള്ള അധിനിവേശത്തെ ന്യായയുക്തമാക്കാൻ അങ്ങനെ ഒരു ഗൂഢാലോചന സിദ്ധാന്തത്തിൽ താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ സ്റ്റാൻലി ജോൺ? ഈ നമ്മൾ ഇന്റർനാഷണൽ ഇഷ്യൂസ് എപ്പോഴുണ്ടാകുമ്പോഴും കോൺസ്പിറസി തിയറീസ് അതിന്റെ കൂടെ വരും. അത് എല്ലായ്പ്പോഴും ഉള്ള ഒരു കാര്യമാണ്. പക്ഷെ വി ഷുഡ് ലുക്ക് അറ്റ് ദ ഫാക്ട്സ്. കാരണം ഒന്ന്, നമ്മൾ ഈ തിയറിനെ എങ്ങനെ പങ്കുചെയ്യാം. ഒന്ന്, ഇസ്രായേലിന് ഗാസയെ പിടിച്ചെടുക്കണമെങ്കിൽ അതിന് ഇത്തരത്തിലുള്ള ആക്രമണത്തിന്റെ ആവശ്യമില്ല. 2007 ഹാമാസ് ഗാസ പിടിച്ചെടുത്തതിന് ശേഷം ഇസ്രായേലിന്റെ ചുരുങ്ങിയത് 5 തവണയെങ്കിലും ഇസ്രായേൽ ഗാസയെ ബോംബ് ചെയ്തിട്ടുണ്ട്. ആയിരക്കണക്കിന് പാലസ്തീനികളെ കൊന്നിട്ടുണ്ട്. അതിൽ ഒരുപാട് കുട്ടികൾ ഉൾപ്പെടെ. യാതൊരു രീതിയിലുള്ള ഇന്റർനാഷണൽ പ്രഷറും ഇസ്രായേൽ നേരിടുന്നു. ഇപ്പോൾ റഷ്യ നേരിടുന്ന പോലെയുള്ള സാങ്ഷൻസോ അല്ലെങ്കിൽ ഒറ്റപ്പെടുത്തലുകളോ യാതൊന്നും തന്നെ ഇസ്രായേൽ നേരിടുന്നില്ല. ഇസ്രായേലിന്റെ ഏത് മിലിറ്ററി ഓപ്പറേഷൻസിനും അമേരിക്കയുടെ പൂർണ്ണ പിന്തുണയുണ്ട്. അതുകൊണ്ട് ഗാസ പിടിച്ചെടുക്കുകയാണ് ഇസ്രായേലിന്റെ ലക്ഷ്യം എന്നുണ്ടെങ്കിൽ ഇസ്രായേലിന് ഇത്തരത്തിലുള്ള ഒരു പ്രീടെക്സ്റ്റിന്റെ ആവശ്യമില്ല. 1. 2, നോക്കൂ, 900 ഇസ്രായേലികളാണ് കൊല്ലപ്പെട്ടത്. ഞാൻ 20 വർഷമായിട്ട് വെസ്റ്റ് ഏഷ്യയെ പറ്റി പഠിക്കുന്ന ഒരാളാണ്, ഒരു സ്റ്റുഡന്റ് ആണെന്ന് കരുതുന്ന ഒരാളാണ്. ഇസ്രായേലിന്റെ ചരിത്രത്തിൽ ഇത്രയും വലിയ ഒരു ക്രൈസിസ് ഉണ്ടായിട്ടില്ല. ഇസ്രായേലിന്റെ ചരിത്രത്തിൽ. അതായത് 900 ഇസ്രായേലികളാണ് കൊല്ലപ്പെട്ടത്. ഹാമാസിനെ സംബന്ധിച്ചിടത്തോളം ഹാമാസ് ലോകത്തിന് മുൻപിൽ കാണിച്ചു കൊടുത്തത് ഇസ്രായേലിന്റെ സെക്യൂരിറ്റി മോഡലിന്റെ ഏറ്റവും വലിയ പരാജയമാണ്. കഴിഞ്ഞ 25-30 വർഷമായിട്ട് mid-1990s ബെഞ്ചമിൻ നെതന്യാഹു പ്രൈം മിനിസ്റ്റർ ആയ കാലം മുതൽ ഇസ്രായേലിന്റെ പോളിസി എന്ന് പറയുന്നത് ഒരു സെക്യൂരിറ്റി പോളിസിയാണ്. അതായത് സുരക്ഷയാണ് അതിന്റെ ബെഡ് റോക്ക്. എൻഷ്യൂർ ഇസ്രായേലി സെക്യൂരിറ്റീസ് വിത്തൗട്ട് മേക്കിംഗ് എനി കോംപ്രമൈസ് ടു ദ പാലസ്തീനിയൻസ്. ആ മോഡൽ തകർന്നു വീഴുന്നതാണ് നമ്മൾ ഇവിടെ കണ്ടത്. ഇത് ഇസ്രായേലിന്റെ അറിഞ്ഞുകൊണ്ട് ഇസ്രായേൽ ചെയ്യുന്ന ഒരു കാര്യമല്ല. മാത്രമല്ല ഈ ക്രൈസിസിന്റെ പൊളിറ്റിക്കൽ റിപ്പർക്കഷൻസ് നമ്മൾ കാത്തിരുന്ന് കാണാവുന്നതേ ഉള്ളൂ. 2006 ഹിസ്ബുള്ളയുടെ ഒരു ക്രോസ് ബോർഡർ ഇൻകർഷനും 30 ദിവസം നീണ്ടുനിന്ന ലബനൻ യുദ്ധവും
അത് ഇറ്റ് ഫിനിഷ്ഡ് ഓഫ് യഹൂദ് ഓൾമർട്ട്സ് കരിയർ. അദ്ദേഹത്തിന് അതോടുകൂടി അവസാനിച്ചു പോയി 2006 യുദ്ധത്തിന് ശേഷം. ഇപ്പൊ 1973 യോം കിപ്പൂർ യുദ്ധത്തിന് ശേഷം ഇസ്രായേലിന് സൈനായ് പെനിൻസുല തിരിച്ച് ഈജിപ്തിന് വിട്ടുകൊടുക്കേണ്ടി വന്നു. അപ്പൊ ഇത്തരത്തിലുള്ള തിരിച്ചടികൾക്ക് നമ്മൾ എന്താ പറയാ ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള റിപ്പർക്കഷൻസ് ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് ഈ കോൺസ്പിറസി തിയറീസിനെ എനിക്ക് തോന്നുന്നു രാഷ്ട്രീയമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ എന്തായിരിക്കും? ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഭരണത്തിന്മേലുള്ള അഴിമതി ആരോപണങ്ങൾ അടക്കം ഈ ഘട്ടത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ഘട്ടമുണ്ട്. ഞാൻ ഒരിക്കൽ കൂടി പ്രൊഫസർ ജോസുകുട്ടിയിലേക്ക് പോകുന്നു. പ്രൊഫസർ ജോസുകുട്ടി, നമുക്കറിയാവുന്നതുപോലെ അന്തർദേശീയ മാധ്യമങ്ങൾ 2019 മുതൽ 2020 മുതൽ ചുരുങ്ങിയ പക്ഷം ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഭരണത്തിന്മേലുള്ള പ്രതിപക്ഷത്തിൻ്റെയും ഒപ്പം തന്നെ ജനങ്ങളുടെ പ്രതിഷേധത്തിൻ്റെയും ഒക്കെ വാർത്തകൾ പുറത്തു കൊടുക്കുന്നുണ്ട്. ബെഞ്ചമിൻ നെതന്യാഹു അമേരിക്കയിൽ സന്ദർശനം നടത്തുമ്പോൾ അന്ന് ഇസ്രായേലികൾ പ്ലക്കാർഡ് പിടിച്ചിരുന്നത് ക്രൈം മിനിസ്റ്റർ ഓഫ് ഇസ്രായേൽ വരുന്നു എന്നാണ്. അപ്പോൾ സമാനമായ രീതിയിലുള്ള പ്രതികരണങ്ങൾ ഇസ്രായേലിൽ ജനതയിൽ നിന്ന് തന്നെ ബെഞ്ചമിൻ നെതന്യാഹു നേരിടുമ്പോഴാണ്, ജുഡീഷ്യൽ റിഫോംസ് പോലെയുള്ള പദ്ധതികളുമായി ബെഞ്ചമിൻ നെതന്യാഹു വരുമ്പോഴാണ് ഇങ്ങനെയൊരു യുദ്ധം കൂടി നടക്കുന്നത്, അതിനുള്ളൊരു സാഹചര്യം ഉണ്ടാവുന്നത്. ഇതെങ്ങനെയാണ് ആഭ്യന്തര രാഷ്ട്രീയത്തിലും ഒപ്പം ഇസ്രായേലിൻ്റെ അന്തർദേശീയ രാഷ്ട്രീയത്തിലുമുള്ള നിലവിലുള്ള സാധ്യതയെ ബാധിക്കാൻ പോകുന്നത്? തീർച്ചയായിട്ടും ഇസ്രായേലിലെ ആഭ്യന്തര രാഷ്ട്രീയം ഈ യുദ്ധത്തിൻ്റെ ഭാവിയെ നിശ്ചയിക്കുന്നതിൽ ഒരു ഘടകം തന്നെയായിരിക്കും. ഈ സൂചിപ്പിച്ചതുപോലെ ഭരണകക്ഷിയായ തീവ്ര സ്വഭാവമുള്ള ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ പാർട്ടിയും അതുപോലെ കുറച്ച് ലിബറൽ സെക്യുലർ സ്വഭാവമുള്ള പ്രതിപക്ഷ പാർട്ടികളുമൊക്കെ അവിടുത്തെ പല കാര്യങ്ങളിലും അഭിപ്രായ വ്യത്യാസങ്ങൾ കാണിക്കുകയും അവർ തമ്മിൽ തന്നെ ചെറിയ രീതിയിലുള്ള സംഘർഷങ്ങളൊക്കെ ഉണ്ടാവുകയും അതിലൊരു ഘട്ടത്തിൽ അവിടുത്തെ സൈന്യം വരെ പ്രതിഷേധിച്ചുകൊണ്ട് രംഗത്ത് വരികയൊക്കെ ചെയ്ത ഒരു സാഹചര്യമുണ്ട്. അത് ഇസ്രായേലിലെ പല വിഭാഗത്തിൽപ്പെടുന്നവരുമുണ്ട്. ഇപ്പം അവരെല്ലാം ജ്യൂസ് ആണെങ്കിൽ തന്നെ യഹൂദരാണെങ്കിലും അതിൽ തന്നെ പല ട്രൈബൽ എത്നിക് സ്വഭാവങ്ങളും ഒക്കെ ഉള്ളവരുണ്ട്. പല ആശയങ്ങളിൽ വിശ്വസിക്കുന്നവരുണ്ട്, സെക്യുലറായിട്ടുള്ളവരുണ്ട്, തീവ്ര നിലപാടുകളുള്ളവരുണ്ട്. അപ്പോൾ ഇവരുടെ ഇടയിൽ ഒരു അനൈക്യം ഈ യുദ്ധത്തിലെ ഒരു പ്രധാന ഘടകമായിരിക്കാം. ചിലപ്പോൾ ഈ ഹമാസ് അങ്ങനെ ഒരു അക്രമത്തിന് പോയതും ഈ ഇസ്രായേലിൽ ഇങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കുന്നതിനെ മുതലെടുക്കാം എന്നു കണ്ടുകൂടി ആയിരിക്കാം. അപ്പോൾ അത് യുദ്ധത്തിൻ്റെ ഗതിയെ സ്വാധീനിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇനി എപ്രകാരമുള്ളൊരു നടപടിയാണ് ഹമാസിനെതിരെ ഇവർ എടുക്കുക എന്നുള്ളത് നെതന്യാഹുവിന് തങ്ങളുടെ സ്ഥാനം ഉറപ്പിക്കുവാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു നടപടി കുറച്ചും കൂടെ കടുത്ത നടപടികളിലേക്ക് പോകുവാൻ ചിലപ്പോൾ പ്രേരിച്ചിരിപ്പിരിക്കും. അപ്പം തൻ്റെ രാഷ്ട്രീയമായിട്ടുള്ള ഒരു സ്ഥാനം ഉറപ്പിക്കുവാൻ ശ്രമിക്കുമ്പോൾ തന്നെ രാഷ്ട്രീയമായി വലിയ ഉത്തരങ്ങൾ, ചോദ്യങ്ങൾ നെതന്യാഹുവിനെതിരെ ഉയരുകയും ചെയ്യും. അരുൺ ഇപ്പോൾ എവിടെയാണുള്ളത്? ഈ ടെലവീവിന്റെ പരിസര പ്രദേശത്താണോ അതല്ല തെക്കൻ ഇസ്രായേലിന്റെ ഭാഗത്താണോ? കുറച്ചുകൂടി സേഫായ സ്ഥലത്താണോ ഉള്ളത് അരുൺ? മാത്രവുമല്ല അവിടെ നിന്നും നമുക്ക് കാണാൻ കഴിയുന്നതോ കേൾക്കാൻ കഴിയുന്നതോ ആയ കാര്യങ്ങൾ എന്തൊക്കെയാണ് അരുൺ? തീർച്ചയായിട്ടും ഞാൻ ടെലവീവിന്റെ പരിസര പ്രദേശത്താണ് ഇപ്പോൾ നിലവിലുള്ളത്. ഇവിടെ നിന്ന് കാണാൻ കഴിയുന്ന സാഹചര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഇപ്പോഴും രാത്രി സമയങ്ങളിലും പകലൊക്കെ ഉണ്ടാവുന്നുണ്ട് ഇസ്രായേലിൽ. ടെലവീവിലും ഒക്കെ ആയിട്ടും ഇന്നലെ ടെലവീവിൽ തഹാൻ അഥവാ ബസ് സ്റ്റേഷന്റെ പരിസരത്ത് നിന്ന് ഒരു ഹമാസ് ഭീകരനെ അല്ലെങ്കിൽ തീവ്രവാദിയെ പിടിച്ചിരുന്നു. അതുപോലെ തന്നെ പല പ്രദേശങ്ങളും ഒറ്റപ്പെട്ട സംഭവങ്ങൾ രാത്രിയിൽ പല പ്രദേശങ്ങളിലും നിലവിലുണ്ട്. ഗാസ സ്ട്രിപ്പിലുള്ളതുപോലെ തന്നെ അത്ര ഭീകരമല്ലെങ്കിലും ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഒരു പരിധിവരെ നോർമൽ ലൈഫിലേക്ക് വന്നു തുടങ്ങി ഇസ്രായേൽ എന്ന് വേണമെങ്കിൽ പറയാം. ഓഫീസുകളൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്, സ്കൂളുകള് കോളേജുകള് ഒക്കെ പ്രവർത്തിക്കുന്നുണ്ട്, മാർക്കറ്റുകളൊക്കെ തുറന്നിരിക്കുന്നു അല്ലേ? ഇല്ല, സ്കൂളുകള് കോളേജുകൾ പ്രവർത്തിക്കുന്നില്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റുകള്, മാളുകള്, ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങള്, ബസ്, ടാക്സി, വാഹന സൗകര്യങ്ങൾ അതൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇസ്രായേൽ ഗവൺമെന്റ് ഇന്നലെ ഇവിടെയുള്ള ജനങ്ങൾക്ക് മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട്. മിനിമം 5 ദിവസത്തേക്കെങ്കിലും ഉള്ള ഭക്ഷണ സാധനങ്ങൾ കരുതി വെക്കാനായിട്ടുള്ള ഒരു മുന്നറിയിപ്പ് ഗവൺമെന്റ് സൈഡിൽ നിന്ന് ഇന്നലെ കൊടുത്തിരുന്നു. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഭക്ഷണത്തിന് ഷോർട്ടേജ് ഉണ്ടെന്ന് പറയാൻ പറ്റില്ല, എന്നാൽ കൂടെ സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ നല്ല തിരക്കാണ്. കുറെ സ്ഥലങ്ങളിലൊക്കെ സപ്ലൈസിന്റെ ഷോർട്ടേജ് വന്നു തുടങ്ങി. എന്നിരുന്നാലും ഇസ്രായേൽ ഇവിടുത്തെ എല്ലാ റിസോഴ്സസും ഇവിടുത്തെ കൺസ്യൂം ചെയ്യുന്ന എല്ലാ സാധനങ്ങളും ഒരു 80% ഇവിടെ തന്നെ ഉൽപ്പാദിപ്പിക്കുന്നതായതുകൊണ്ട്
വലിയൊരു ഭക്ഷണത്തിനോ അല്ലെങ്കിൽ വെള്ളത്തിനോ ആ രീതിയിലുള്ള വലിയൊരു ഷോർട്ടേജ് വരാൻ സാധ്യത റൈറ്റ്. കുറവാണ്. ഓക്കെ, അരുണാണ് ഇസ്രായേലിൽ ടെൽ അവീവിൽ നമുക്കൊപ്പം ചെയ്ത്. അരുൺ തുടരുക. നമുക്കൊപ്പം സ്റ്റാൻലി ജോണി ഉണ്ട്, ഒപ്പം പ്രൊഫസർ ജോസുകുട്ടിയുണ്ട്, നിർമ്മലും ചേരുന്നുണ്ട്. നിർമ്മൽ, നേരത്തെ നമ്മൾ സൂചിപ്പിച്ചത് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന യുദ്ധം ബെഞ്ചമിൻ നെതന്യാഹുവിനെ സംബന്ധിച്ചൊരു പൊളിറ്റിക്കൽ നെസസിറ്റി ആണ് എന്ന തരത്തിലുള്ള ചില ആലോചനകളുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു ഡെലിബറേറ്റ് ആയിട്ടുള്ള ഒരു വീഴ്ചയായിട്ടുള്ള ഗൂഢാലോചന സിദ്ധാന്തമാണ് നേരത്തെ സ്റ്റാൻലി പൂർണ്ണമായും തള്ളിക്കളഞ്ഞിരിക്കുന്നത്. അങ്ങനെ നമുക്ക് സങ്കല്പിക്കാൻ കഴിയില്ല, കാരണം അതിൻ്റെ ലഘുചരിത്രവും അദ്ദേഹം വിശദീകരിച്ചു. ഇനി നമ്മുടെ മുന്നിലുള്ള ചോദ്യം ഇതാണ്: ഇത് ആർക്കാണ് നേട്ടമായി തീരുക? നിലവിൽ ഈ യുദ്ധം എത്ര നാൾ മുന്നിലേക്ക് പോയാലും ഹമാസ് നടത്തിയിരിക്കുന്ന ഈ ആക്രമണം പലസ്തീനികൾക്ക് കൂടുതൽ ദുരിതമല്ലേ സമ്മാനിക്കുക? മറുഭാഗത്ത് ഇസ്രായേൽ ഒരു ഓൾ ഔട്ട് വാറിനാണ് പോകുന്നതെങ്കിൽ അത് ഇസ്രായേലികൾക്കും ഒരു ദുരന്തമല്ലേ സമ്മാനിക്കുക? ഈ യുദ്ധത്തിൽ ആർക്കും നേട്ടമുണ്ടാവാൻ പോകുന്നില്ല എന്നുള്ളതാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? അതല്ല, ഗാസയെ പൂർണ്ണമായിട്ടും കീഴടക്കാൻ ഇസ്രായേൽ ശ്രമിച്ചാൽ തന്നെ അത് നടക്കാനുള്ള സാധ്യതയുള്ളൂ? കാരണം 22 ലക്ഷം മനുഷ്യരുണ്ട്, 365 സ്ക്വയർ കിലോമീറ്റർ മാത്രമാണ്. ശരിയാണ്, ഇതൊരു വിൻ വിൻ സിറ്റുവേഷനും അല്ല, വിൻ ലൂസ് സിറ്റുവേഷൻ, അതൊരു ലൂസ് സിറ്റുവേഷനാണ്. പറഞ്ഞ പോലെ ഇസ്രായേൽ മുന്നോട്ട് പോയ ഇസ്രായേൽ മാത്രമല്ല, സീറോ സം ഗെയിം എക്സാക്ട്ലി. അപ്പോൾ ഇസ്രായേലിൽ മാത്രമല്ല, ഇപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ, ലോകത്തെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ ഇന്ത്യയെ തന്നെ കണ്ടില്ല, ഇപ്പോൾ ക്രൂഡ് ഓയിൽ പ്രൈസസ് 5% ഈ 2-3 ദിവസം കൊണ്ട് വർദ്ധിച്ചത്. ഇന്ത്യയിൽ അത് വലിയ രീതിയിൽ ബാധിക്കും. കാരണം ഇപ്പോൾ ഇന്ത്യയിൽ ഓട്ടോമാറ്റിക്കലി ഇൻഫ്ലേഷൻ കൂടും, വിലക്കയറ്റം വരുന്നതുകൊണ്ട് തന്നെ റുപ്പിയുടെ വാല്യൂ ഇടിയും. ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക് മാത്രം ഒരു ഗുണം കാണുമ്പോൾ അതൊഴിച്ചു കഴിഞ്ഞാൽ പൊതുവേ ലോകത്തിന് മൊത്തം പ്രശ്നങ്ങളുണ്ടാകും. ഇസ്രായേലിലും മിഡിൽ ഈസ്റ്റിലും ഇപ്പോൾ തന്നെ സ്റ്റോക്ക് മാർക്കറ്റ് 4-5% വരെ ഇടിഞ്ഞിരിക്കുന്നുണ്ട്. സോ അങ്ങനെയുള്ള എക്കണോമിക് ഇമ്പാക്റ്റ് ഒരു വശത്തുണ്ട്. മറുവശത്തുള്ള ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലസ്തീനെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ ആളുകൾക്കൊക്കെ തന്നെ അവിടെ ട്രബിളിംഗ് ആണ് ഇങ്ങനൊരു സിറ്റുവേഷൻ കണ്ടിന്യൂ ചെയ്തു പോയി. നെതന്യാഹുവിന് പക്ഷേ ഇതൊരു വിൻ ലൂസ് സിറ്റുവേഷൻ ഉണ്ട്. കാരണം ഒരു വശത്ത് നെഗറ്റിവിറ്റി പറഞ്ഞാലും മറുവശത്ത് ഇപ്പോൾ ഒരു 9/11 സിറ്റുവേഷൻ എന്ന് വിദേശ മാധ്യമങ്ങളൊക്കെ ഇതിനെ വിശദീകരിക്കുകയുണ്ട്. അതിനൊരു കാരണം എന്താണെന്ന് വെച്ചാൽ 9/11 ഉണ്ടായ സമയത്ത് ജോർജ് ബുഷിന് അന്ന് വലിയ അപ്രൂവൽ റേറ്റിംഗ് ഒന്നുമില്ല. പക്ഷേ 9/11 അറ്റാക്സ് ഉണ്ടായി ഡിസംബർ 2001 അദ്ദേഹത്തിൻ്റെ അപ്രൂവൽ റേറ്റിംഗ് എടുത്തപ്പോൾ 90% വർദ്ധിച്ചു. ഇസ്രായേലിൻ്റെ കേസിലും ആദ്യമായിട്ടല്ലേ ഒരു ചാനൽ ചർച്ചയ്ക്ക് ഇരിക്കുമ്പോഴത്തേക്കും മെജോറിറ്റി ഓഫ് ആളുകളും ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മുന്നോട്ട് വരുന്നത്, അറ്റ്ലീസ്റ്റ് 2 ദിവസം മുന്നെയെങ്കിലും വരെ. അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ ഇപ്പോൾ ജർമ്മനി ആയിരക്കണക്കിന് അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് ജൂതന്മാരെ തെരഞ്ഞു പിടിച്ചു കൊന്ന ജർമ്മനി പോലും ഇന്ന് ഇസ്രായേലിൻ്റെ ഫ്ലാഗ് പാറി പറക്കുന്നു. യൂറോപ്യൻ യൂണിയൻ പലസ്തീനുള്ള എയ്ഡ് നിർത്തലാക്കിയിരിക്കുന്നു. ഇന്ത്യ പോലുള്ള നിരവധി രാജ്യങ്ങൾ ഇസ്രായേലിന് സപ്പോർട്ടുമായിട്ട് മുന്നോട്ട് വന്നിരിക്കുന്നു. ഇതൊരു നല്ല സിറ്റുവേഷനാണ് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം. കാരണം ഇവിടെ സപ്രസ് ചെയ്താലുള്ള അദ്ദേഹത്തിന് പവർ കാണിക്കാൻ പറ്റുള്ളൂ. കാരണം വന്നിരിക്കുന്ന തോൽവി വളരെ വലുതാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ നേരത്തെ ജോസൂട്ടി സാർ സൂചിപ്പിച്ച പോലെ തന്നെ ഒരു ഈക്വൽ ഗെയിമിലോട്ട് എത്താതെ അദ്ദേഹം ഇത് സ്റ്റാൻലി എങ്ങനെയാണ് ഇത് നോക്കിക്കാണുന്നത്? പ്രത്യേകിച്ച് അഴിമതി ആരോപണത്തിന്റെ നടുക്ക് നിൽക്കുകയാണ് ബെഞ്ചമിൻ നെതന്യാഹു. ജുഡീഷ്യൽ റിഫോം ബില്ല് വരുന്നു. അതിൽ തന്നെ പ്രധാനപ്പെട്ട കാര്യമായി തന്നെ സൂചിപ്പിക്കുന്നത് നിലവിൽ ഈ രാജ്യത്തെ തീവ്രവാദികളിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ഈ ജുഡീഷ്യൽ റിഫോം ബിൽ വേണമെന്നുള്ളതാണ്. പക്ഷേ പരക്കെ വിമർശിക്കപ്പെടുന്നുണ്ട്. അഴിമതിയുടെ കൂത്തരങ്ങായി മാറിയിരിക്കുന്നു ബെഞ്ചമിൻ നെതന്യാഹു സർക്കാർ എന്നൊക്കെ പറയുന്നുണ്ട്. എന്ത് രാഷ്ട്രീയ വിലയായിരിക്കും ഇനി ബെഞ്ചമിൻ നെതന്യാഹു ഈ യുദ്ധത്തിന് നൽകേണ്ടി വരിക? സ്റ്റാൻലി ജോണി. നെതന്യാഹു ഇതിന് ആൻസർ പറയേണ്ടി വരും ഇസ്രായേൽ പൊളിറ്റിക്കൽ സെറ്റപ്പിൽ എന്നുള്ള യാതൊരു സംശയവുമില്ല. അതായത് വൺസ് ദ ഡസ്റ്റ് സെറ്റിൽസ്, എന്റെ ഒരു അനാലിസിസ് എന്ന് പറയുന്നത് നെതന്യാഹു വിൽ ബി ഇൻ ട്രബിൾ. കാരണം ഇസ്രായേലിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ സുരക്ഷാ പരാജയം, ഏറ്റവും ഒരു വലിയ എന്താ പറയാ തിരിച്ചടി നടന്നത് നെതന്യാഹുവിന്റെ നേതൃത്വത്തിലാണ്. നെതന്യാഹു ഒരു റൈറ്റ് വിംഗ് ഗവൺമെന്റിന്റെ നയിക്കുന്ന ആളാണ്. സെക്യൂരിറ്റിയാണ് നെതന്യാഹുവിന്റെ ഏറ്റവും വലിയ പ്രോമിസ്. ഇവര് പറയുന്ന ജുഡീഷ്യൽ റീഫോംസ് പോലും അത് ജനങ്ങൾക്ക് വിൽക്കുന്നത് എങ്ങനെ പറഞ്ഞിട്ടാണ്? ഇസ്രായേലിന് കൂടുതൽ സെക്യൂരിറ്റി ഉറപ്പുവരുത്താൻ, പാലസ്തീനിയൻ തീവ്രവാദികളെ മെരുക്കുന്നതിന് നിലവിലെ സാഹചര്യം ഇസ്രായേലി ഗവൺമെന്റിനെ സഹായിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പൊ സുരക്ഷയാണ് നിങ്ങളുടെ ഏറ്റവും വലിയ പ്രോമിസ്. അത് പറഞ്ഞിട്ടാണ് നിങ്ങൾ അധികാരത്തിൽ ഇരിക്കുന്നത്. അങ്ങനെ ഇരിക്കുന്ന ഗവൺമെന്റിന്റെ കീഴിലാണ് ഇത്രയും വലിയ ഒരു സെക്യൂരിറ്റി തിരിച്ചടി ഉണ്ടായിട്ടുള്ളത്. അപ്പൊ ഇത് തീർച്ചയായിട്ടും നെതന്യാഹു ഗവൺമെന്റിന്റെ പരാജയമാണ്. എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത്? എന്തുകൊണ്ടാണ് ഇതിനെ നിങ്ങൾക്ക് പരാജയപ്പെടുത്താൻ, നിങ്ങൾക്ക് ഇതിനെ ചെറുക്കാൻ കഴിയാതിരുന്നത്, മുൻകൂട്ടി കാണാൻ കഴിയാതിരുന്നത്? എന്തുകൊണ്ടാണ് ഈ ക്രൈസിസിനോട് റെസ്പോണ്ട് ചെയ്യാൻ നിങ്ങൾ വൈകിയത്? അപ്പൊ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഇസ്രായേലിൽ ഉണ്ടാവും. അത് നെതന്യാഹു അല്ലെങ്കിൽ നെതന്യാഹുവിന്റെ ഡിഫൻസ് മിനിസ്റ്റർ, നെതന്യാഹുവിന്റെ ഇന്റലിജൻസ് കമ്മ്യൂണിറ്റി, അവരെല്ലാവരും അതിന് മറുപടി പറയേണ്ടി വരും. അതാണ് ഇസ്രായേലിന്റെ ഒരു ചരിത്രം. അതാണ് ഞാൻ യഹൂദ് ഓൾമർട്ടിന്റെ ഉദാഹരണം പറഞ്ഞത്. ഓൾമർട്ടിന്റെ കരിയർ 2006 ശേഷം അവസാനിക്കുകയാണ് ഉണ്ടായത്. അപ്പൊ നെതന്യാഹുവിനെ സംബന്ധിച്ചുകൂടെ ഇത് അദ്ദേഹത്തിന്റെ 1990കളുടെ മധ്യത്തിലാണ് നെതന്യാഹു ആദ്യമായിട്ട് പ്രധാനമന്ത്രിയാവുന്നത്. ഇസ്രായേലിന്റെ ഏറ്റവും ദീർഘകാലം പ്രധാനമന്ത്രിയായിട്ടുള്ള ആളാണ് ബെഞ്ചമിൻ നെതന്യാഹു.
അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധിയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. റൈറ്റ്, ഓക്കെ സ്റ്റാൻലി, പ്രൊഫസർ ജോസ് കുട്ടിയും അങ്ങനെ തന്നെയാണോ വിലയിരുത്തുന്നത് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം. പക്ഷേ ഇനി നമുക്ക് സമയത്തിന്റെ പരിമിതി ഉള്ളതുകൊണ്ട് ഒരു വളരെ പ്രധാനപ്പെട്ട ചോദ്യത്തിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ഇന്ത്യയുടെ വിദേശകാര്യ നയം തുറന്നു തന്നെ നമ്മൾ പ്രഖ്യാപിച്ചിരിക്കുന്നു. അല്പസമയം മുമ്പ് ബെഞ്ചമിൻ നെതന്യാഹുവുമായി ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസാരിച്ചിട്ടുണ്ട്. ഇന്ത്യ ഇസ്രായേലിനോടൊപ്പമാണ് എന്ന് പറഞ്ഞു. ഇതൊരു വലിയ നയതന്ത്ര വ്യതിയാനമാണ്. പ്രത്യേകിച്ച് 2014 ശേഷം വളരെ തുറന്ന ഒരു പിന്തുണ, അമേരിക്കയുടെ ഒരു മധ്യസ്ഥതയിൽ നമ്മൾ ഇസ്രായേലിനോട് കൂടുതൽ അടുക്കുകയും ഇസ്രായേലുമായിട്ട് കൂടുതൽ സഹകരിക്കുകയും ചെയ്യുന്നു. പ്രത്യേകിച്ച് കാർഗിൽ വാർ മുതൽ തുടങ്ങിയ മിലിറ്ററി ഡിപ്ലോമസി ഉണ്ട്, അത് ഇന്ത്യ ഇസ്രായേലിനെ കൂടുതൽ അടുപ്പിച്ചിട്ടുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ ഈ സംഘർഷം തുടങ്ങുമ്പോൾ തന്നെ ഞങ്ങൾ ഇസ്രായേലിനോടൊപ്പമാണ് എന്ന ഇന്ത്യയുടെ വിദേശകാര്യ നയം, അതെങ്ങനെയാണ് ആ വ്യതിയാനത്തെ പ്രൊഫസർ ജോസ് കുട്ടി കാണുന്നത്? അത് യഥാർത്ഥത്തിൽ പലസ്തീനികളോടൊപ്പം നിന്നിരുന്ന പരമ്പരാഗതമായ കാഴ്ചപ്പാടിൽ നിന്ന് നമ്മൾ വ്യതിചലിക്കുമ്പോൾ നാഷണൽ ഇൻട്രസ്റ്റ് മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു നിലപാടായിട്ട് താങ്കൾ അതിനെ വ്യാഖ്യാനിക്കുമോ പ്രൊഫസർ ജോസ് കുട്ടി? തീർച്ചയായിട്ടും നമ്മളുടെ എന്താണ് നാഷണൽ ഇൻട്രസ്റ്റ് എന്ന് നിലവിലിരിക്കുന്ന ഭരണകൂടം വ്യാഖ്യാനിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ആ അർത്ഥത്തിൽ അതിനെ കാണാവുന്നതാണ്. 2014 ശേഷമാണ് ഈ പ്രകടമായിട്ടുള്ള മാറ്റം വരുന്നത്. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ശീതസമരകാലത്ത് തന്നെ നമുക്ക് ഇസ്രായേലുമായി ബന്ധമുണ്ടായിരുന്നു. ഇസ്രായേലിനെ ഇന്ത്യയുടെ രഹസ്യ കാമുകി എന്ന രീതിയിലാണ് പണ്ട് പറഞ്ഞിരുന്നത്. നമ്മളുടെ 2 യുദ്ധങ്ങളിൽ, പാകിസ്ഥാനുമായിട്ടുള്ള യുദ്ധത്തിലും ചൈനയുമായിട്ടുള്ള യുദ്ധത്തിലും, അതുപോലെ നമ്മുടെ ഈ തീവ്രവാദ ആക്രമണങ്ങളുമായി ബന്ധപ്പെട്ടുമൊക്കെ ഇസ്രായേലിൻ്റെ സഹായം പല ഘട്ടത്തിൽ ഇന്ത്യക്ക് ലഭിച്ചിട്ടുണ്ട്. 90-കൾക്ക് ശേഷമാണ് നമ്മൾ നയതന്ത്ര ബന്ധം ഔദ്യോഗികമായി സ്ഥാപിക്കുന്നതെങ്കിലും ഇപ്പോഴാണ് അത് വളരെ പ്രകടമായിട്ടുള്ള രീതിയിലേക്ക് വരുന്നത്. ഈ പ്രകടമായ രീതിയിലേക്ക് വരുന്നതിലൊരു മാറ്റം എന്ന് പറയുന്നത്, സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള സംഘർഷങ്ങൾ ഉണ്ടാകുമ്പോൾ ഇന്ത്യ വളരെ ന്യൂട്രലായിട്ടുള്ള ഒരു സ്റ്റാൻഡ്, അത് ആ ന്യൂട്രാലിറ്റിയിൽ തന്നെ ചില വശങ്ങൾ നമ്മൾ ചേരുമായിരുന്നുവെങ്കിലും തീർച്ചയായിട്ടും ഒരു വ്യക്തമായിട്ട് ഇസ്രായേലിനോടൊപ്പമാണ് ഇതിലെന്ന് നമ്മൾ പറയുന്നത്. അത് എനിക്ക് തോന്നുന്നത് ഈ സംഭവത്തിൽ മാത്രമല്ല, കഴിഞ്ഞ 1-2 തവണ ഐക്യരാഷ്ട്രസഭയിൽ ഉണ്ടായിട്ടുള്ള ചില വോട്ടിങ്ങുകളിലൊക്കെ, ശീതസമരകാലത്തൊക്കെ ആണെങ്കിൽ ഇന്ത്യ എല്ലാ വോട്ടിങ്ങിലും പാലസ്തീനോടൊപ്പമാണ് വോട്ട് ചെയ്തിട്ടുള്ളത്. പക്ഷേ അതിനുശേഷം നടന്ന, പ്രത്യേകിച്ച് നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷമുള്ള വോട്ടിംഗ് വളരെ വ്യക്തമാണ്. സ്റ്റാൻലിയുടെ കൂടി സമയത്തിന്റെ പരിമിതി ഉള്ളതുകൊണ്ടാണ് പ്രൊഫസർ ജോസ് കുട്ടി, സ്റ്റാൻലിയുടെ കൂടി അഭിപ്രായം ഈ ഘട്ടത്തിൽ വേണം. ഇന്ത്യ ഇസ്രായേലിനോടൊപ്പമാണ്. ഈ അല്പസമയം മുമ്പ് പ്രധാനമന്ത്രി അത് വളരെ തുറന്നു തന്നെ സമ്മതിക്കുന്നു. ബെഞ്ചമിൻ നെതന്യാഹുവുമായി സംസാരിക്കുന്നു. അതിനുശേഷം പറയുന്നു ഇന്ത്യ രാജ്യത്തെ മുഴുവൻ ജനങ്ങളും ഒപ്പമുണ്ട് എന്ന ഒരു പിന്തുണ അറിയിക്കുകയാണ് ഓപ്പണായിട്ട്. ഈ വിദേശ നയ വ്യതിയാനത്തെ എങ്ങനെയാണ് സ്റ്റാൻലി കാണുന്നത്? ഇന്ത്യയുടെ പോളിസിയിൽ വളരെ സട്ടിൽ ആയിട്ടുള്ള ഒരു ഷിഫ്റ്റ് കഴിഞ്ഞ കുറച്ച് നാളായിട്ടുണ്ട്. ബേസിക്കലി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, പ്രത്യേകിച്ചും 2014 മുതൽ 2014 മുൻപ് വരെയുള്ള ഇന്ത്യയുടെ പോളിസി എന്ന് പറയുന്നത്, ഇന്ത്യ supports the formation of an independent sovereign Palestinian state based on the 1967 border with East Jerusalem being its capital. ഇതാണ് ഇന്ത്യൻ ഗവൺമെന്റിന്റെ പോളിസി. അത് വാജ്പേയി ഗവൺമെന്റിന്റെയും മൻമോഹൻ സിംഗ് ഗവൺമെന്റിന്റെയും നരസിംഹറാവു ഗവൺമെന്റിന്റെയും ഒക്കെ പോളിസി അതായിരുന്നു. അതിനു മുൻപ് നമ്മൾ കുറെ കൂടി വോക്കലായിരുന്നു. പക്ഷെ 1990-കൾ മുതൽ നമ്മളുടെ പൊസിഷൻ ഇതായിരുന്നു. പക്ഷേ 2004 മുതലുള്ള നമ്മുടെ പോളിസി എന്ന് പറയുന്നത്, ഇന്ത്യ സപ്പോർട്ട്സ് ദ ഫോർമേഷൻ ഓഫ് എൻ ഇൻഡിപെൻഡന്റ് പാലസ്തീനിയൻ സ്റ്റേറ്റ്, ഫുൾ സ്റ്റോപ്പ്. ദർ ഇസ് നോ റെഫറൻസ് ടു ദ ബോർഡർ, ദർ ഇസ് നോ റെഫറൻസ് ടു ദ ക്യാപിറ്റൽ. അപ്പൊ നമ്മള് കഴിഞ്ഞ 2014 മുതൽ അതായത് നരേന്ദ്രമോദി ഗവൺമെന്റിന് ശേഷം, അപ്പൊ അത് ഈ ബോർഡറും ക്യാപിറ്റലും ഇത് രണ്ടും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വളരെ കണ്ടൻഷ്യസ് ആയിട്ടുള്ള ഇഷ്യൂ ആണ്. ഇസ്രായേൽ സ്വന്തമായിട്ട് ഡിമാർക്കേറ്റഡ് ആയിട്ടുള്ള ബോർഡർ ഇല്ലാത്ത ലോകത്തെ ഒരേ ഒരു രാജ്യമായിരിക്കും. ക്യാപിറ്റൽ പാലസ്തീനിയൻസ് പറയുന്നത് ഈസ്റ്റ് ജെറുസലേം ക്യാപിറ്റൽ വേണമെന്നാണ്. ഇസ്രായേൽ അത് സമ്മതിക്കാൻ തയ്യാറല്ല. കാരണം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വെയിലിംഗ് വാൾ, അവരുടെ ജൂയിഷ് മോണ്യുമെന്റ് സ്ഥിതി ചെയ്തത് ഈസ്റ്റ് ജെറുസലേമിലാണ്. അപ്പൊ ഇന്ത്യയുടെ നിലപാട് കുറെ കൂടി ഇസ്രായേലിന്റെ നിലപാടിനോട് ചേർന്ന് നിൽക്കുന്നതാണ്. കാരണം ഇസ്രായേലും ഇൻ തിയറി പാലസ്തീനിയൻ രാഷ്ട്രം വേണമെന്നുള്ളതാണെന്നാണല്ലോ പറയുന്നത്. ഭാവിയിൽ എപ്പോഴെങ്കിലും ഒക്കെ ആവാമെന്നുള്ളതാണ് ഇസ്രായേലിന്റെ നിലപാട്. അപ്പൊ ഇന്ത്യയും പറയുന്നത്, വി സപ്പോർട്ട് എ ജസ്റ്റ് പാലസ്തീനിയൻ സ്റ്റേറ്റ് നേഷൻ ബട്ട് വിത്തൗട്ട് എനി റെഫറൻസ് ടു ബോർഡർ ഓർ ക്യാപിറ്റൽ. അങ്ങനെ ഒരു നിലപാട് അങ്ങനെ ഒരു ഷിഫ്റ്റ് വന്നിട്ടുണ്ട് കൃത്യമായിട്ട്. ഈ വ്യതിയാനം എങ്ങനെയാണ് മനുഷ്യാവകാശത്തെ നീതിയുടെ പക്ഷത്ത് നിലയുറപ്പിച്ചിരിക്കുന്ന ഇന്ത്യയുടെ വിദേശകാര്യ നയത്തിന്റെ ഒരു പ്രതിഫലനമായി കണക്കാക്കാൻ സാധിക്കുക എന്ന വലിയൊരു ചോദ്യം ബാക്കി നിൽക്കുന്നു. യുദ്ധം നീളുകയാണ്. യുദ്ധം നീളുമ്പോൾ ഇതിൻ്റെ അനന്തര ഫലങ്ങളും നീളും. ഏറ്റവും ഒടുവിലുള്ള കണക്ക് പ്രകാരം 1600-ലധികം മനുഷ്യരാണ്
ഇസ്രായേലിലും പലസ്തീനിലുമായി കൊല ചെയ്യപ്പെട്ടിരിക്കുന്നത്, ഗാസ സ്ട്രിപ്പിലുമായി. ഏറെ കൗതുകകരമായ കാര്യം, ഏറെ ഞെട്ടിക്കുന്ന കാര്യം, ഇസ്രായേൽ അതിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ മനുഷ്യ ദുരന്തത്തിനാണ് സാക്ഷ്യം വഹിച്ചത്. 900-ലധികം ഇസ്രായേലികൾ ഇതിനകം തന്നെ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നാണ്. യുദ്ധം എന്നത്തേക്ക് വരെ നീളുമെന്നതായിരുന്നു ചോദ്യം. ഇപ്പോഴും നമുക്ക് കൃത്യമായി പ്രവചിക്കാൻ കഴിയില്ല എന്നതാണ് ഉത്തരം. ചർച്ചയിൽ അതിഥികളായി എത്തിയ ജോസൂട്ടി എബ്രഹാം, സ്റ്റാൻലി ജോൺ ദ ഹിന്ദുവിൻ്റെ വിദേശകാര്യ എഡിറ്റർ, നിർമ്മൽ എബ്രഹാം വിദേശകാര്യ വിദഗ്ധൻ, കേണൽ ഡിനി പ്രതിരോധ വിദഗ്ധൻ, ഇസ്രായേലിൽ നിന്ന് നമുക്കൊപ്പം ചേർന്ന് ജിബി, ഇസ്രായേലിൽ നമുക്കൊപ്പം ചേർന്ന് അരുൺ, ഏവർക്കും നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. സ്റ്റേ വെൽ, സ്റ്റേ സേഫ്.